നമുക്കിപ്പം ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു സെക്കൻഡ്, സ്ക്രീൻ ഷെയർ ചെയ്യാൻ, എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം സ്ക്രീൻ കാണാൻ പറ്റും എന്ന്, ഇപ്പം സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. സ്ക്രീൻ ഇപ്പം കാണാൻ പറ്റുന്നുണ്ടല്ലോ സ്ക്രീൻ? ഒരിക്കൽ കൂടെ റെസ്പോണ്ട് ചെയ്യാമോ? സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അഞ്ജന? കാണാമോ? ഓക്കെ. അതിന് നെറ്റിന്റെ പ്രോബ്ലം ഉണ്ടോ? ഇടയ്ക്ക് കട്ടായി പോകുന്നത് പോലെ, ലീവായി പോകുന്ന പോലെ തോന്നിയായിരുന്നു. ഓക്കെ, തിരിച്ചു വരാം. നമ്മൾ ഇന്ന് പഠിക്കുന്ന ടൂളിന്റെ പേരാണ് ഡിസവോ എന്നുള്ള ടൂൾ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിസവോ എന്നുള്ള വാക്കിന്റെ അർത്ഥം നെഗ്ലക്റ്റ് എന്നാണ്. ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ വെബ്സൈറ്റിനകത്തേക്ക് വന്നിരിക്കുന്ന ഏതെങ്കിലും ലിങ്ക്സ് അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് പ്രോബ്ലമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, നമുക്കറിയാം, നമ്മൾ പെൻഗ്വിൻ പോലുള്ള അപ്ഡേഷനൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ്, നമ്മുടെ വെബ്സൈറ്റിലേക്ക് കൊണ്ടുവരുന്ന ലിങ്ക്സ് അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുന്ന ബാക്ക് ലിങ്കുകൾ എന്തെങ്കിലും പ്രശ്നമായിട്ടുള്ള ലിങ്കുകൾ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അത് പെയ്ഡ് ലിങ്ക്സോ ലിങ്ക് എക്സ്ചേഞ്ച് വഴിയൊക്കെ നടക്കുന്ന ലിങ്കുകളാണെങ്കിൽ, ഗൂഗിൾ നമ്മളെ പണിഷ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പണിഷ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ വെബ്സൈറ്റിന്റെ വിസിബിലിറ്റി പോകാം. നമുക്കറിയാം, പെൻഗ്വിൻ 4.0 എന്നുള്ള അപ്ഡേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മളെ വെബ്സൈറ്റിലേക്ക് റാങ്കിങ് മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു രീതിയിൽ ലിങ്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാലോ, അങ്ങനെ എടുക്കുന്നതായിട്ട് പ്രശ്നം വന്നു കഴിഞ്ഞാലോ, ഗൂഗിൾ നമ്മളെ വെബ്സൈറ്റിനെ പെൻഗ്വിൻ ഉപയോഗിച്ച് പണിഷ് ചെയ്യുകയും റിയൽ ടൈമിൽ പണിഷ് ചെയ്യുകയും ചെയ്യാറുണ്ട്. ഇനി എന്താണ് അവിടെ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ നിന്ന് ലിങ്ക് വരുമ്പോൾ ആ വെബ്സൈറ്റ് ഒട്ടും ട്രസ്റ്റ് വർത്തിയല്ല, അല്ലെങ്കിൽ ആ വെബ്സൈറ്റിനകത്ത് സ്പാം സ്കോർ കൂടുതലാണ്, വിശ്വാസയോഗ്യമല്ലാത്ത ഒരു വെബ്സൈറ്റിൽ നിന്നാണ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ലിങ്ക് വന്നിരിക്കുന്നത്. അത് നമുക്ക് ഗുണങ്ങളൊന്നും തരുന്നില്ല, എന്നാൽ ദോഷങ്ങൾ തരുന്നുമുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ, അതായത് ചില ടൈപ്പ് ഓഫ് ലിങ്കുകൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുമ്പോൾ ഗൂഗിൾ അത് ഡിഫക്റ്റ് ആയിട്ട് എടുക്കാറുണ്ട്. എസ്പെഷ്യലി നമ്മളെ വെബ്സൈറ്റിലേക്ക് വരുന്ന ലിങ്കുകൾ സ്പാമി ആയിട്ടുള്ള ലിങ്കുകൾ, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലിങ്കുകൾ, നമ്മൾ ലിങ്ക് എക്സ്ചേഞ്ച് വഴിയോ പെയ്ഡ് സ്കീമുകൾ വഴിയോ ഒക്കെ എടുക്കുന്ന സ്പാം ലിങ്കുകൾ നമ്മളെ വെബ്സൈറ്റിലേക്ക് പോയിന്റ് ചെയ്ത് വേറെ വെബ്സൈറ്റുകളിൽ നിന്ന്, എസ്പെഷ്യലി സ്പാം വെബ്സൈറ്റുകളിൽ നിന്നൊക്കെ നമ്മളെ വെബ്സൈറ്റിലേക്ക് ലിങ്ക് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ അത് നമ്മളെ വെബ്സൈറ്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. നമ്മളെ വെബ്സൈറ്റിനെ ചിലപ്പം പണിഷ് ചെയ്യാനുള്ള ഒരു സാധ്യതയായിട്ടൊക്കെ മാറും. അങ്ങനെ ഒരു പണിഷ്മെന്റ് കിട്ടാതിരിക്കാൻ, നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഒരു സ്പാമി ആയിട്ടുള്ള ലിങ്ക് വരുന്നു, അതുകൊണ്ട് നമുക്ക് ഒരു പണിഷ്മെന്റ് കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിലോ, അങ്ങനെ ഒരു പണിഷ്മെന്റ് കിട്ടാൻ പോകുന്നെന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെങ്കിലോ, നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനമാണ് ഡിസവോ എന്ന് പറഞ്ഞ ഈ ടൂൾ ഉപയോഗിച്ച് നമ്മൾ വെബ്സൈറ്റിലേക്ക് ആ പോയിന്റ് ചെയ്യുന്ന സ്പാമി ലിങ്കുകൾ, അല്ലെങ്കിൽ ആ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്പാം ലിങ്കുകളെ നമ്മളെ വെബ്സൈറ്റിന്റെ ബാക്ക് ലിങ്ക് ആയിട്ട് ഗൂഗിൾ കൗണ്ട് ചെയ്യാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? റിക്വസ്റ്റ് ചെയ്യാം. ഇതാണ് ആ ടൂളിന്റെ പ്രത്യേകത. അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന ടൂള് ഡിസവോ ടൂൾ എന്ന് പറയുന്ന ടൂളാണ്. ഈ ടൂളിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വെബ്സൈറ്റിലേക്ക് പോയിന്റ് ചെയ്യുന്ന ഏതെങ്കിലും ലിങ്ക് ഏതെങ്കിലും കാരണവശാൽ നമ്മളെ വെബ്സൈറ്റിന് ഹാനികരമായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് നമ്മളെ വെബ്സൈറ്റിന്റെ ബാക്ക് ലിങ്ക് ആയിട്ട് കൗണ്ട് ചെയ്യാതിരിക്കാൻ നമ്മൾ ഗൂഗിളിന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളാണ്. ഈ ടൂള് സെർച്ച് കൺസോൾ വഴിയാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. നമ്മുടെ വെബ്സൈറ്റിനെ സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുക. നമുക്ക് സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്ത ഒരു വെബ്സൈറ്റിലേക്ക് മാത്രമേ ഡിസവോ സബ്മിഷൻ ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പക്ഷേ അവിടെ ഡിസവോ സബ്മിഷന്റെ ഓപ്ഷൻ ഒന്നും സെർച്ച് കൺസോൾ നോക്കി അറിയാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിവിടെ പല ആൾക്കാരും വേർഡ്പ്രസ്സിലും ബ്ലോഗറിലും ഒക്കെ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളത് സെർച്ച് കൺസോളിൽ വെരിഫൈ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ആ വെരിഫൈ ചെയ്തിരിക്കുന്ന വെബ്സൈറ്റുകളുടെ സെർച്ച് കൺസോളിന്റെ ഡാഷ്ബോർഡിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരിടവും നമുക്ക് ഡിസവോ എന്നുള്ള ഒരു ടൂളോ അതിന്റെ ഓപ്ഷനോ കാണാൻ പറ്റുകയില്ല ഗൂഗിൾ സെർച്ച് കൺസോളിൽ. എന്നാൽ ബിങ് സെർച്ച് കൺസോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഡിസവോ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ അവർ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഗൂഗിൾ സെർച്ച് കൺസോളിനകത്ത് ഡിസവോ ടൂള് പ്രത്യക്ഷത്തിൽ കൊടുക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗൂഗിൾ പറയുന്നത് ഇതൊരു പവർ ടൂളാണെന്നും നമ്മളിത് തെറ്റായിട്ടുള്ള രീതിയിൽ എങ്ങാനും അബദ്ധത്തിൽ എടുത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മളെ വെബ്സൈറ്റിന് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മളെ വെബ്സൈറ്റിന്റെ റാങ്കിങ്ങോ നമ്മളെ വെബ്സൈറ്റിന്റെ സെർച്ച് റിസൾട്ടിനകത്തുള്ള നമ്മളെ വെബ്സൈറ്റിന്റെ പെർഫോമൻസിനെയോ നെഗറ്റീവായിട്ട് ബാധിക്കാം എന്ന് ഗൂഗിൾ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു പവർ ടൂളാണെന്നും നമ്മൾ അബദ്ധത്തിന് തെറ്റായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന എന്താ, ചില വെബ്സൈറ്റുകളുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ആ ലിങ്ക് നമ്മളെ വെബ്സൈറ്റിന്റെ ബാക്ക് ലിങ്ക് ആയിട്ട് കൗണ്ട് ചെയ്യണ്ട എന്നുള്ള റിക്വസ്റ്റ് ആണ് അവിടെ കൊടുക്കുക. അങ്ങനത്തെ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ ആ ലിങ്ക് വഴി നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടിക്കൊണ്ടിരുന്നിരുന്നുവെങ്കിൽ അത് നമുക്ക് നഷ്ടമാക്കും. ആ ലിങ്ക് ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു എന്താ റാങ്കിങ് ഉണ്ടായിരുന്നെങ്കിലോ റെക്കമെൻഡേഷൻ വോട്ട് നമ്മളെ വെബ്സൈറ്റിലേക്ക് ഈക്വിറ്റി പാസ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലോ അത് നമുക്ക് അന്നേ അതോട് ആ ഒരു
എന്താ നമ്മൾ കൊടുക്കുന്ന ഡിസവോ സബ്മിഷൻ ആക്റ്റീവ് ആകുന്നതോടുകൂടി അത് ഗൂഗിൾ കൺസിഡർ ചെയ്യുന്നതോടുകൂടി എന്ത് ചെയ്യും, അതുവഴി നമുക്ക് കിട്ടിക്കൊണ്ടുന്ന ഗുണം നമുക്ക് നഷ്ടമാകും എന്നുള്ളതാണ് വസ്തുത. ഇനി നമ്മൾ ഡിസവോ ടൂള് ഇംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിലേക്ക് കടക്കാം. അത് ഞാൻ പറഞ്ഞത് ഡിസവോ ടൂൾ എന്താണെന്ന് പറഞ്ഞു. ഡിസവോ ടൂൾ നമ്മളെ വെബ്സൈറ്റിലേക്ക് നമ്മൾ ബിൽഡ് ചെയ്യുന്ന ലിങ്കുകൾ ഏതെങ്കിലും നമ്മളെ വെബ്സൈറ്റിലേക്ക് വരുന്ന ഹാനികരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മളെ വെബ്സൈറ്റിനകത്ത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് ആ ലിങ്കുകൾ മാറുകയാണെന്നുണ്ടെങ്കിലോ, അങ്ങനെ നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ലിങ്കുകൾ സ്പാമി ആയി പോവുകയോ ആർട്ടിഫിഷ്യൽ ആയി പോവുകയോ മാനിപ്പുലേറ്റീവ് ആയി പോവുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ചെയ്തേക്കുന്നതുകൊണ്ട് നമുക്കൊരു പണിഷ്മെന്റ് കിട്ടാൻ പോകുന്നുണ്ടെങ്കിലോ, കിട്ടുമെന്ന് നമ്മൾ പേടിക്കുന്നുണ്ടെങ്കിലോ, അങ്ങനെ കിട്ടാൻ പോകുന്ന നമുക്കൊരു നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ടെങ്കിലോ, നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ മാത്രം എടുത്ത് ഉപയോഗിക്കേണ്ട ഒരു ടൂളാണ് ഡിസവോ ടൂൾ. അതുകൊണ്ടാണ് സെർച്ച് കൺസോളിനകത്ത് ഇത് പ്രത്യക്ഷത്തിൽ ആൾക്കാർക്ക് കാണാൻ പറ്റാത്തത്. എന്നാൽ നമ്മളിത് എടുക്കാനായിട്ട് നമ്മൾ ലോഗിൻ ചെയ്ത് നമ്മൾ സെർച്ച് കൺസോളിനകത്ത് ലോഗിൻ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡിസവോ ടൂളിന്റെ പേജിലേക്ക് നമുക്ക് എത്താൻ പറ്റും, അതിന്റെ ഹോം പേജിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ഡിസവോ ടൂൾ എന്നുള്ളതാണ്. ഡിസവോ ടൂൾ ഈസ് എ റിക്കവറി ടൂൾ യൂസ്ഡ് ആസ് പാർട്ട് ഓഫ് അവർ SEO activities when we are getting some sort of links which are spammy or artificial or low quality links which may be harmful for our website. We can request to Google through Disavow tool, we can create a document which may include the links or the list of domains which is low quality or spammy or artificial, which are passing link to our website. So we can request to Google to not to account the particular links as our backlinks. So once we submit Disavow file, Google will check it, and they will finalize within 2 months, and they will avoid the links, or avoid they will not count the backlinks which are included in our Disavow submission list. അപ്പൊ നമ്മളെ വെബ്സൈറ്റിലേക്ക് എന്താ സ്പാമി ആയിട്ടുള്ള എന്തെങ്കിലും ലിങ്ക്സ് പാസ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുകയാണെങ്കിലോ, അങ്ങനെ സ്പാമി ആയിട്ടുള്ള ലിങ്ക്സ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുന്നതായിട്ട് ഗൂഗിൾ തന്നെ നോട്ടിഫിക്കേഷൻ തരികയോ ചെയ്യുന്നുണ്ടെങ്കിലോ, അങ്ങനെ ഒരു സ്പാമി ആയിട്ടുള്ള നമ്പർ ഓഫ് ലിങ്ക്സ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുന്നത് കൊണ്ട് നമുക്ക് പണിഷ്മെന്റ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്ക് തോന്നുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ലിങ്കുകൾ നമുക്ക് ഗുണമൊന്നും കൊണ്ടുവരുന്നില്ല. That links are not valuable, or that links are not passing equity or recommendation vote to our website, but they may be sometimes they may be causing some issues for our website. It may cause some problems like the links will look like a spammy link or an artificial link, which will be considered as a part of manipulative link building tactics. That means Google will they will check that the spammy links which are pointing to our website. In some condition, if they are thinking that we are trying to build backlinks, low quality backlinks to manipulate our ranking, definitely Google will be asking or sending a message through Google Search Console that you are getting lot of spammy links. If you try to avoid that kind of links, you may be getting some punishment from our link penalty areas like Penguin, or it may be harmful for your website, and it will affect your search engine visibility, or sometimes they may directly punish our website. They avoid our Google visibility, or they may penalize our website. So if we are getting some sort of messages in our mail or through that notifications, through we are getting some notification through Search Console regarding the spammy or artificial or low quality link pointing to our website, you need to think that it is very serious issue. Sometime anytime our website performance in Google search engine may that ranking, we may lose the ranking, or sometimes the low quality link will affect our ranking or the performance of our website in our Google search result. So if you are getting a notification through Search Console through mail, like they found some spammy artificial low quality links pointing to our website, so we need to find or identify that particular spammy links
through analyzing different tools. Like we can analyze the backlinks pointing to our website using different tools. Like we can identify some links. We can download some list of links from our website search console itself, which are already checked or found by Google, like our backlink. So if you are getting any notification from Google, or if you are fearing that we may be getting a notification due to activities like paid links or link exchange or any link building activities, especially low quality link building activities, which may initiate a punishment process by Google Penguin filter, we need to submit a disavow link a document which include the low quality links or the artificial links which are pointing to our website, so that Google can understand these links. We are requesting Google to neglect those links, so Google can easily understand and they will consider that data. Definitely they will avoid that kind of links. They will not account that backlinks as our recommendation link, so that we will not get any punishment or any issues in our search result. So I will be moving to how we can find a disavow tool in Google. So now I have shared my screen. Hope you can see the screen. We can find disavow tool. We can search for disavow tool. Okay, disavow tool. So we can get disavow tool home page from here. So this is the disavow link home page. Like we can check the URL. It is currently the URL is like search.google.com/search console search-console/disavow-links. So this is the home page of disavow tool. Actually, you cannot directly see the disavow tool in search console, but we can log into our Google account and select our specific Gmail account which we used for Google search console verification. Similarly, we can search for Google disavow tool or disavow tool. So once you click on that link, we can find this is the home page of disavow link tool. So here, if you check that they have clearly mentioned that some statements, like they have stating that if you have a manual action against your site for unnatural links, or if you think that you are about to get one because of paid links or link schemes that violate our quality guidelines, ask the other sites to remove those links. If you can't get these links removed, then disavow those sites using this tool. So if you have a manual action against your site for unnatural links, നമ്മളെ വെബ്സൈറ്റിലേക്ക് പോയിന്റ് ചെയ്യുന്ന അൺനാച്ചുറൽ ലിങ്ക്സ് ഉള്ളത് കൊണ്ടുള്ള ഒരു മാനുവൽ ആക്ഷന്റെ ഒരു മെസ്സേജ് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ അൺനാച്ചുറൽ ലിങ്ക്സ് കൊണ്ട് നമുക്കൊരു മാനുവൽ ആക്ഷൻ കിട്ടിയിരിക്കുകയാണെങ്കിലോ, മാനുവൽ ആക്ഷൻ നമുക്ക് എവിടെ അറിയാൻ പറ്റും? നമ്മൾ സെർച്ച് കൺസോളിനകത്ത് തന്നെ നമ്മൾ മാനുവൽ ആക്ഷൻ എന്ന് പറയുന്ന സംഗതി ഇവിടെ എന്താ മാനുവൽ ആക്ഷൻ അല്ല, സെക്യൂരിറ്റി ആൻഡ് മാനുവൽ ആക്ഷൻസിനകത്ത് നമുക്ക് എടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മളിപ്പം സെന്റ് തെരേസാസ് കോളേജിന്റെ വെബ്സൈറ്റിന്റെ സെർച്ച് കൺസോൾ എടുത്തിട്ട് അവിടെ നമ്മൾ എന്താ മാനുവൽ ആക്ഷൻ എവിടെ എടുക്കുക? ഒരു സെക്കൻഡ്, ആരോ ലോഗിൻ ജോയിൻ ചെയ്യാൻ വേണ്ടി. ഓക്കെ, നമ്മളിവിടെ സെന്റ് തെരേസാസ് കോളേജിന്റെ സെർച്ച് കൺസോളാണ് എടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് മാനുവൽ ആക്ഷൻ കാണിക്കുന്ന ഏരിയ ഉണ്ട്. എവിടെ നമ്മൾ കണ്ടത്? എവിടെ കണ്ടത്? ഓക്കെ, സെക്യൂരിറ്റി ആൻഡ് മാനുവൽ ആക്ഷൻസ് എന്ന് കാണിക്കുന്നിടത്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വെബ്സൈറ്റിനെതിരെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് ഇവിടെ അറിയാൻ പറ്റും. അപ്പൊ ഇവിടെ മാനുവൽ ആക്ഷനെ പറ്റി ഒരു മെസ്സേജ് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സീരിയസ് ആയിട്ട് അത് എടുക്കണം. ഇതിന്റെ ഒരു കോപ്പി, ഇവിടെ ഒരു മാനുവൽ ആക്ഷന്റെ കോപ്പി അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരികയാണെന്ന്, നോട്ടിഫിക്കേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ സെർച്ച് കൺസോളുമായിട്ട് ബന്ധപ്പെട്ട ജിമെയിൽ ഐഡിയിലേക്കും അതിന്റെ നോട്ടിഫിക്കേഷന്റെ കോപ്പി വരുന്നുണ്ടാകും. അപ്പൊ അങ്ങനെ നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ടാവും നമ്മളെ വെബ്സൈറ്റിലേക്ക് അൺനാച്ചുറൽ ആയിട്ടുള്ള ലിങ്ക്സ് പോയിന്റ് ചെയ്ത് വരുന്നുണ്ട്, വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്, നിങ്ങൾ അതിനെ ആ ഇഷ്യൂ സോൾവ് ചെയ്യണം, ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ മാനുവൽ ആക്ഷൻ എടുക്കും, നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് സ്പാമി ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലിങ്ക്സ് വരുന്നുണ്ട്, ആ ലിങ്ക്സ് കാരണം നിങ്ങളെ വെബ്സൈറ്റിന്റെ
സെർച്ച് എഞ്ചിൻ റാങ്കിങ് പെർഫോമൻസിനെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞായിരിക്കും അവിടെ നോട്ടിഫിക്കേഷൻ വരിക. അങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ടും ആ എങ്ങനെ ആ നോട്ടിഫിക്കേഷൻ വരാൻ കാരണമായിട്ടുള്ള ലിങ്കുകൾ നമ്മൾ എന്ത് ചെയ്യണം, പല ടൂളുകൾ ഉപയോഗിച്ച് റിസർച്ച് ചെയ്ത് കണ്ടെത്തണം. ബാക്ക് ലിങ്ക്സ് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന ടൂളുകൾ ഒത്തിരി ഉണ്ട്. SEMrush, അതുപോലെ തന്നെ ബാക്ക്ലിങ്ക് ഫൗണ്ടർ, ahref.com, അങ്ങനെയുള്ള പല ഓൺലൈൻ ടൂളുകൾ വഴി നമ്മുടെ വെബ്സൈറ്റിന്റെ ബാക്ക് ലിങ്കുകളെ നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്ത് അതിന്റെ ഡോക്യുമെന്റ് ആക്കണം. എന്നിട്ട് ആ ലിങ്കുകളുടെ സ്പാം സ്കോർ ചെക്ക് ചെയ്യണം. ആ ലിങ്കുകളിൽ ഏതാണ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുന്ന ലോ ക്വാളിറ്റി ലിങ്കുകൾ, അത് നമ്മുടെ വെബ്സൈറ്റിനെ എത്ര രീതിയിൽ ബാധിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളതിനെ പറ്റി റിസർച്ച് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഡിസവോ ചെയ്യുന്നതിന് മുമ്പേ, ഡിസവോ ചെയ്യാനായിട്ട് 1-2 സൈറ്റുകളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിൽ നിന്ന് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ക്വാളിറ്റി ഉള്ള റെക്കമെൻഡേഷൻ ലിങ്ക് അല്ല വരുന്നത്, നേരെ മറിച്ച് പ്രശ്നകരമായിട്ടുള്ള സ്പാമി ആയിട്ടുള്ള ലിങ്കാണ് വരുന്നത് എന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമത്തെ കാര്യം, നമ്മളെ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓതറൈസ്ഡ് ആൾക്കാർ, ഇപ്പോൾ കോളേജിന്റെ വെബ്സൈറ്റ് ആണെങ്കിൽ കോളേജിന്റെ പ്രിൻസിപ്പാളിനെയോ ഡയറക്ടറെയോ മാനേജറെയോ പോയി കണ്ട് ഈ കാര്യത്തിന്റെ സീരിയസ്നെസ് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മുടെ വെബ്സൈറ്റിലേക്ക് സ്പാമി ആയിട്ടുള്ള കുറച്ച് ലിങ്ക് വന്നിട്ടുണ്ട്, അത് കാരണം നമ്മുടെ വെബ്സൈറ്റിന്റെ റാങ്കിങ്ങിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ടെന്ന് ഗൂഗിളിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെന്നും ആ ലിങ്കുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെന്നും ആ ലിങ്കുകളെ നമ്മളെ വെബ്സൈറ്റിന്റെ ബാക്ക് ലിങ്ക് ആയിട്ട് ഗൂഗിൾ കൗണ്ട് ചെയ്യാതിരിക്കാൻ നമ്മൾ ഡിസവോ സബ്മിഷൻ നടത്തുകയാണെന്നും നമ്മൾ എന്ത് ചെയ്യണം, ആ ഓതറൈസ്ഡ് ആൾക്കാരടുത്ത് ഡിസ്കസ് ചെയ്യണം. അങ്ങനെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ലിങ്കുകളെ നമ്മളെ വെബ്സൈറ്റിന്റെ ബാക്ക് ലിങ്ക് ആയിട്ട് കൗണ്ട് ചെയ്യാതിരിക്കാൻ ഡിസവോ ടൂൾ വഴി സബ്മിറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ തിരിച്ച് വീണ്ടും ടൂളിലേക്ക് തന്നെ, ഈ ടൂൾ എങ്ങനെയാണ് എടുത്തതെന്ന് ഞാൻ കാണിച്ചു തന്നു. നമ്മുടെ വെബ്സൈറ്റിന്റെ സെർച്ച് കൺസോൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഗൂഗിളിനകത്ത് ഡിസവോ ടൂൾ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടും. ലിങ്ക് ഇവിടെ search.google.com/search console/disavo links എന്നാണ് കിടക്കുക. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ടൂൾ എടുക്കുമ്പോൾ തന്നെ ഗൂഗിൾ ഇവിടെ കുറച്ച് നോട്ടീസ് തരുന്നുണ്ട്, അല്ലെ, നോട്ടിഫിക്കേഷൻ തരുന്നുണ്ട്. എന്താണ്? ഇഫ് യു ഹാവ് എ മാനുവൽ ആക്ഷൻ അഗൈൻസ്റ്റ് യുവർ സൈറ്റ് ഫോർ അൺനാച്ചുറൽ ലിങ്ക്സ്. അൺനാച്ചുറൽ ലിങ്ക്സ് നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് വരുന്നത് കൊണ്ട് ഒരു മാനുവൽ ആക്ഷൻ നിങ്ങൾക്ക്, അതിന്റെ മാനുവൽ ആക്ഷന്റെ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിലോ, ഒരു മാനുവൽ ആക്ഷൻ നിങ്ങൾക്കെതിരെ നടത്തുന്നുണ്ടെങ്കിലോ, ഓർ ഇഫ് യു തിങ്ക് ദാറ്റ് യു ആർ എബൌട്ട് ടു ഗെറ്റ് വൺ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരെണ്ണം കിട്ടാൻ പോകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലോ എന്നാണ്, ഇല്ലേ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിലോ. എന്തുകൊണ്ട്? ബിക്കോസ് ഓഫ് പെയ്ഡ് ലിങ്ക്സ്, ഇല്ലേ, കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ കാശിന്റെ ബേസിൽ എടുക്കുന്ന ലിങ്ക്സ് ആണ് പെയ്ഡ് ലിങ്ക്സ്, ഇല്ലേ. അത് നമുക്കറിയാം. പെൻഗ്വിൻ എന്ന് പറയുന്ന ആൽഗോരിതം അപ്ഡേറ്റ് പഠിച്ചപ്പോൾ തന്നെ ഗൂഗിൾ സ്പാം ആയിട്ട് പിടിക്കുന്ന ചില ആക്ടിവിറ്റികളിൽ ഒന്നാണ് പെയ്ഡ് ലിങ്ക്സ്, ഇല്ലേ. അവരുടെ പോളിസിക്കെതിരാണ് കാശ് കൊടുത്ത് ലിങ്ക് വാങ്ങിക്കുന്നതും കാശിന് ലിങ്ക് സെല്ല് ചെയ്യുന്നതും. അപ്പോൾ പെയ്ഡ് ലിങ്ക്സ് എന്നുള്ള ഒരു ആക്ടിവിറ്റി ഒരു വെബ്സൈറ്റ് വെച്ച് പറപ്പിച്ചാൽ അല്ലെങ്കിൽ അവർ പ്രാക്ടീസ് ചെയ്താൽ ഗൂഗിൾ അത് കണ്ടെത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കെതിരെ ആക്ഷൻ എടുക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഇവിടെ പറയുന്നത്, നമുക്കെതിരെ മാനുവൽ ആക്ഷൻ അൺനാച്ചുറൽ ലിങ്ക്സ് കാരണം നിങ്ങളുടെ വെബ്സൈറ്റിനെതിരെ ഒരു മാനുവൽ ആക്ഷൻ ഗൂഗിൾ എടുക്കുകയാണെങ്കിലോ, അങ്ങനെ ഒരു മാനുവൽ ആക്ഷൻ എടുക്കാൻ ചാൻസ് ഉണ്ടെന്ന് നിങ്ങൾക്കൊരു ചിന്ത ഉണ്ടെങ്കിലോ, ഒരു ആശങ്ക ഉണ്ടെങ്കിലോ, പേടി ഉണ്ടെങ്കിലോ, എന്തുകൊണ്ട്? ബിക്കോസ് ഓഫ് പെയ്ഡ് ലിങ്ക്സ് ഓർ ലിങ്ക് സ്കീംസ് ദാറ്റ് വയലേറ്റ് അവർ ക്വാളിറ്റി ഗൈഡ് ലൈൻസ്. ഗൂഗിളിന്റെ ക്വാളിറ്റി ഗൈഡ് ലൈൻസിനെ വയലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ലിങ്ക് സ്കീമുകൾ വഴിയോ പെയ്ഡ് ലിങ്ക്സ് വഴിയോ നമ്മളെ വെബ്സൈറ്റിലേക്ക് ലിങ്ക് വരുന്നതായിട്ട് ഗൂഗിൾ കണ്ടെത്തുന്നത് കൊണ്ട് നമുക്കെതിരെ ഒരു മാനുവൽ ആക്ഷൻ വരുമെന്ന് നമ്മൾ ഭയപ്പെടുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിലോ, തിങ്ക് എന്നാണ്, ഇഫ് യു തിങ്ക് ദാറ്റ് യു ആർ എബൌട്ട് ടു ഗെറ്റ് വൺ, നിങ്ങൾക്കെതിരെ ഒരു മാനുവൽ ആക്ഷൻ നടക്കാൻ പോകുന്നെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിലോ, നമുക്ക് എന്ത് ചെയ്യാം, ആസ്ക് ദി അതർ സൈറ്റ് ടു റിമൂവ് ദോസ് ലിങ്ക്സ്. ആദ്യം എന്ത് ചെയ്യണം, ആ ലിങ്ക് തരുന്ന വെബ്സൈറ്റുകളെ കോൺടാക്ട് ചെയ്തിട്ട് അവരിൽ നിന്ന് ആ ലിങ്ക് റിമൂവ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യണമെന്നാണ് ഗൂഗിൾ പറയുന്നത്. അപ്പം ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു വെബ്സൈറ്റ് ഉണ്ട്, ആ വെബ്സൈറ്റിലേക്ക് അൺനാച്ചുറൽ ആയിട്ടുള്ള ലിങ്ക് വരുന്നെന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ വന്നു, അല്ലെങ്കിൽ ഒരു മാനുവൽ ആക്ഷൻ വന്നു, അല്ലെങ്കിൽ മാനുവൽ ആക്ഷൻ നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞൊരു സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടി, അല്ലെങ്കിൽ നമ്മൾ തന്നെ അറിയാതെ കുറേ വെബ്സൈറ്റുകളിൽ നിന്ന് ലിങ്ക് എടുത്തത് നമുക്ക് തന്നെ പ്രശ്നമാകുമെന്ന് നമുക്ക് തന്നെ പേടിയുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ലിങ്കുകൾ നമ്മളെ വെബ്സൈറ്റിലേക്ക് തരുന്ന വെബ്സൈറ്റുകാരെ കോൺടാക്ട് ചെയ്തിട്ട് ആ ലിങ്ക് നമ്മളെ വെബ്സൈറ്റിലേക്ക് വരുന്ന പോയിന്റ് ചെയ്യുന്ന ലിങ്ക്സ് ഒന്ന് ഒഴിവാക്കി തരുമോ എന്ന് നമ്മൾ അവിടുത്തെ റിക്വസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്, അല്ലേ. ആസ്ക് അതർ സൈറ്റ് ടു റിമൂവ് ദോസ് ലിങ്ക്സ്. അവരടുത്ത് ആ ലിങ്ക് മാറ്റി തരണമെന്ന് പറഞ്ഞു നോക്കുക. അപ്പൊ എന്നിട്ട് അവിടെ പറയുന്നുണ്ട്, ഇഫ് യു കാൻ ഗെറ്റ് ദീസ് ലിങ്ക്സ് റിമൂവ്ഡ്, അങ്ങനെ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടൊന്നും അവർ ലിങ്ക് റിമൂവ് ചെയ്യുന്നില്ല, അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ദെൻ ഡിസവോ ദോസ് സൈറ്റ്സ് യൂസിങ്. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഡിസവോ ദോസ് സൈറ്റ്സ് യൂസിങ് ദിസ് ടൂൾ എന്നാ പറയുന്നത്.
അപ്പം മോർ ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. അതിനകത്തുള്ള എന്തൊക്കെയാണ് ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ടത്, എങ്ങനെ ഏത് ഫോർമാറ്റിൽ ഡിസോൾവ് സബ്മിഷൻ നടത്തണം എന്നൊക്കെ ഉള്ളതാണ്. ഇതൊരു പവർ ടൂളാണ്, വെറുതെ ഇരിക്കുമ്പോഴത്തേക്ക് എടുത്ത് പ്രയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ആരെങ്കിലും ഒന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഡിസവോ ടൂൾ എന്താണെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കേ. ക്രിസ്റ്റി വന്നിട്ടുണ്ടായിരുന്നു. ക്രിസ്റ്റി ഉണ്ടോ? ക്രിസ്റ്റി കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്രിസ്റ്റിക്ക് മനസ്സിലായോ എന്താണ് ഡിസവോ ടൂൾ എന്ന്? മനസ്സിലായ കാര്യം ഒന്ന് പറഞ്ഞു നോക്കി. ഡിസവോ ടൂൾ എന്ന് പറഞ്ഞ ഒരു പവർ ടൂൾ ആണ്. അപ്പൊ നമ്മൾ ബിൽഡ് ചെയ്യുന്ന ലിങ്ക് ഹാംഫുള്ളോ സ്പാമി ലിങ്കോ അങ്ങനെ ആർട്ടിഫിഷ്യൽ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിളിന് അടുത്ത് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് നമ്മുടെ ആ ലിങ്ക് ബാക്ക് ലിങ്ക് ആയിട്ട് എടുക്കത്തില്ല. നമ്മളെ വെബ്സൈറ്റിലേക്ക് പോയിന്റ് ചെയ്യുന്ന ആ സ്പാമി ആയിട്ടുള്ള, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള, ഹാനികരമായിട്ടുള്ള അല്ലെങ്കിൽ മോശമായിട്ട് വരുന്ന ലിങ്കുകൾ നമ്മളെ വെബ്സൈറ്റിന്റെ, ഉദാഹരണത്തിന് ഒരു മോശപ്പെട്ട സൈറ്റിൽ നമ്മളെ വെബ്സൈറ്റിലേക്ക് ലിങ്ക് വന്നെന്ന് വെച്ചോ, അത് നല്ല രീതിയിലായിരിക്കും ചിലപ്പോൾ എടുക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വൈൽഡ് ക്യാറ്റ് സ്കീമുകൾ, എന്തെങ്കിലും ഇല്ലീഗൽ ഡ്രഗ്സ് വിൽക്കുന്നതോ അല്ലെങ്കിൽ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന വെബ്സൈറ്റുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും വെബ്സൈറ്റുകളിൽ നിന്ന് എങ്ങനെയോ ഒരു ലിങ്ക് നമ്മളെ വെബ്സൈറ്റിലേക്ക് വന്നുപോയി. അങ്ങനെയൊക്കെ വരുന്ന ലിങ്കുകൾ ചിലപ്പോൾ നമുക്ക് ഗുണമൊന്നും കൊണ്ടുവരത്തില്ല, എന്നാൽ ദോഷം കൊണ്ടുവരികയും ചെയ്യും. ഗൂഗിൾ അങ്ങനെയുള്ള ലിങ്കുകൾ വരുന്ന വെബ്സൈറ്റുകളെ നല്ല രീതിയിലല്ല എടുക്കുക, അല്ലേ? അപ്പോൾ അവർക്കെതിരെ മാനുവൽ ആക്ഷൻ എടുക്കുകയോ അങ്ങനെ മാനുവൽ ആക്ഷൻ എടുക്കാൻ പോകുന്നത് നോട്ടിഫിക്കേഷൻ അയക്കുകയോ ഒക്കെ ചെയ്യാം. ചിലപ്പോൾ മാനുവൽ ആക്ഷൻ എടുത്തെന്ന് വരാം. അപ്പം നമ്മളെ വെബ്സൈറ്റിന്റെ വിസിബിലിറ്റി ഒക്കെ പോകാം. അതുവരെ ഗൂഗിളിനകത്ത് വിസിബിൾ ആയിരുന്നു. ഉദാഹരണത്തിന് ഇപ്പം നമ്മളൊരു വെബ്സൈറ്റിനെ SEO ചെയ്ത് ഓൺ പേജ് ചെയ്ത് അതിന്റെ ലിസ്റ്റിംഗ് കണ്ടെത്തി അതിന്റെ റാങ്കിങ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ചിലപ്പോൾ ഡയറക്ടറി സബ്മിഷനോ പ്രസ് റിലീസ് സബ്മിഷനോ അതുപോലെ തന്നെ ഫോറം പോസ്റ്റിങ്ങോ കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്ത് ലിങ്ക്സ് ഒക്കെ എടുത്ത് നമ്മൾ റാങ്കിങ് ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്, അല്ലേ? അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില ലിങ്കുകൾ നമ്മളെ വെബ്സൈറ്റിലേക്ക് വന്നത് നമുക്ക് ദോഷകരമായിട്ടാണ് ഗൂഗിൾ എടുക്കുന്നതെന്ന് നമുക്ക് തോന്നിയാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ലിങ്കുകൾ നമ്മളെ വെബ്സൈറ്റിന്റെ ബാക്ക് ലിങ്ക് ആയിട്ട് ഗൂഗിൾ കൗണ്ട് ചെയ്യാതിരിക്കാൻ നമ്മൾ പ്രത്യേക റിക്വസ്റ്റ് ആഡ് ചെയ്യുന്നതാണ്. അതിന് ഉപയോഗിക്കുന്ന ടൂളാണ് ഡിസവോ ടൂൾ. കൃത്യമായിട്ട് ക്രിസ്റ്റിക്ക് മനസ്സിലായിട്ടുണ്ട്. ക്രിസ്റ്റി എക്സ്പ്ലെയിൻ ചെയ്ത് വളരെ പക്ക പെർഫെക്റ്റ് ആണ്. ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ നമുക്ക് നേരെ വീണ്ടും ഡിസവോ ടൂളിന്റെ സംഗതിയിലേക്ക് വരാം. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നതിന്റെ താഴെയായിട്ട് വീണ്ടും ഒരു യെല്ലോയിഷ് ബാക്ക്ഗ്രൗണ്ട് വരുന്ന ഒരു സംഗതി ഇവിടെ പറയുന്നുണ്ട്. ദിസ് ഈസ് എൻ അഡ്വാൻസ്ഡ് ഫീച്ചർ ആൻഡ് ഷുഡ് ഓൺലി ബി യൂസ്ഡ് വിത്ത് കോഷൻ എന്ന് പറയുന്നുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു അഡ്വാൻസ്ഡ് ടൂളാണ് ഇതെന്നാണ് എൻ്റെ ഹെഡിങ്. അവിടെ നമ്മൾ വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഒരു സീരിയസ്നെസ് പറയുന്ന 2-3 സ്റ്റേറ്റ്മെന്റ് കൂടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് അതും കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ എന്താ പറയുന്നത്? ഇഫ് യൂസ്ഡ് ഇൻകറക്റ്റ്ലി ദിസ് ഫീച്ചർ ക്യാൻ പൊട്ടൻഷ്യലി ഹാം യുവർ സൈറ്റ്സ് പെർഫോമൻസ് ഇൻ ഗൂഗിൾ സെർച്ച് റിസൾട്ട്, അല്ലേ? ഞാൻ ആൾറെഡി ഇത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. ഇവിടെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കണം. ഈ ടൂള് ഇതൊരു അഡ്വാൻസ് ടൂളാണെന്ന് അവിടെ പറയുന്നുണ്ട്, അല്ലേ? അഡ്വാൻസ് ഫീച്ചർ ആണ്. അപ്പൊ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു സംഗതിയാണ് എന്നുള്ളതാണ് ഒരു വസ്തുത. അതിന്റെ ഹെഡിങ് അങ്ങനെയാണ്. എന്നാൽ അവിടെ പറയുന്ന അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇഫ് യൂസ്ഡ് ഇൻകറക്ട്ലി, തെറ്റായിട്ടുള്ള രീതിയിൽ ഈ ടൂൾ എടുത്ത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ദിസ് ഫീച്ചർ ക്യാൻ പൊട്ടൻഷ്യലി ഹാം യുവർ സൈറ്റ്സ് പെർഫോമൻസ് ഇൻ ഗൂഗിൾ സെർച്ച് റിസൾട്ട്. അപ്പൊ ഗൂഗിളിന്റെ സെർച്ച് റിസൾട്ടിനകത്ത് നമ്മുടെ വെബ്സൈറ്റ് നല്ല രീതിയിലൊക്കെ ലിസ്റ്റ് ചെയ്ത് റാങ്ക് ചെയ്തൊക്കെ കിടക്കുന്നുണ്ട്. അതിന് കാരണമാകുന്ന റെക്കമെൻഡേഷൻ പാസ് ചെയ്യുന്ന ഏതെങ്കിലും ലിങ്ക് നമ്മൾ ഈ ടൂളിനകത്ത് ഇൻകറക്റ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വെബ്സൈറ്റിന്റെ സെർച്ച് റിസൾട്ടിനകത്തുള്ള പെർഫോമൻസിനെ അത് ബാധിക്കും. ഇറ്റ് വിൽ അഫക്റ്റ് എന്നാണ് അവിടെ പറയുന്നത്. പൊട്ടൻഷ്യലി ഹാം യുവർ സൈറ്റ് എന്നാണ് പറയുന്നത്. അഫക്റ്റ് എന്ന് മാത്രമല്ല, അവിടെ സ്റ്റേറ്റ്മെന്റിനകത്ത് ഹാം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക അത് നമ്മളെ മോശപ്പെട്ട രീതിയിൽ തന്നെ ബാധിക്കും, ഇല്ലേ? ബാധിക്കും എന്നുള്ളതാണ്. ഹാം യുവർ സൈറ്റ്. നമ്മളെ വെബ്സൈറ്റിനെ ഹാം ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ എങ്ങനെ പറയാം? മോശമായി ബാധിക്കും എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? ബാധിക്കും എന്ന് പറയുമ്പോൾ അഫക്റ്റ് ആണ്. ഹാം ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദോഷകരമാകും, ഇല്ലേ? നമുക്ക് ദോഷം സംഭവിക്കും. അപ്പോൾ അവിടെ നമ്മുടെ റാങ്കിങ്ങിന് ദോഷകരമായി ബാധുന്നു, നമ്മൾ റാങ്കിങ് പോകും തന്നെയാണ് അർത്ഥം. ചിലപ്പോൾ ലിസ്റ്റ് ചെയ്ത് അപ്പം നമ്മളൊരു വെബ്സൈറ്റിന്റെ SEO വർക്ക് എടുത്ത് അവരെ കയ്യിൽ നിന്ന് കുറെ കാശൊക്കെ മേടിച്ച് ഓൺ പേജ് ചെയ്ത് ഗൂഗിളിൽ വെരിഫൈ ചെയ്ത് ആ വെബ്സൈറ്റിന്റെ SEO റാങ്കിങ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്താണ് കഷ്ടകാലത്ത് നമ്മളെ വെബ്സൈറ്റിലേക്ക് സ്പാമി ലിങ്കുകളോ ആർട്ടിഫിഷ്യൽ ലിങ്കുകളോ വരുന്നത്. അത് കാരണം നമ്മളെ വെബ്സൈറ്റിന്റെ പെർഫോമൻസ് മോശമാകുകയോ റാങ്കിങ്ങിൽ നിന്ന് പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആരെ അഫക്റ്റ് ചെയ്യും? ക്ലയന്റ് എന്താണ് നമ്മൾക്ക് പൈസ തരുന്നത്? അവർക്ക് ബിസിനസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? അവർക്ക് എൻക്വയറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന എൻക്വയറീസും ബിസിനസ്സും ഒക്കെ നിലയ്ക്കുകയാണെങ്കിൽ, സ്റ്റോപ്പ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മളെ സ്പോൺസർ ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് SEO ചെയ്യുന്നതിലേക്ക് വേണ്ടി പേയ്മെന്റ് തരുന്ന ആ കമ്പനി അത് ബാധിക്കും. അപ്പൊ അവിടെ സൈറ്റ് പെർഫോമൻസിനെ, ഗൂഗിൾ സെർച്ച് റിസൾട്ടിനകത്തുള്ള പെർഫോമൻസിനെ ബാധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അവർക്ക് ബിസിനസ് കുറയും, അവർക്ക് ഓൺലൈനായിട്ട് വിസിറ്റുകൾ ഓർഗാനിക്കായിട്ട് വിസിറ്റ് ഗൂഗിൾ വഴി കിട്ടാതെ വരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകും. അവരെ അത് അഫക്റ്റ് ചെയ്യും. അത് ആരെയും അഫക്റ്റ് ചെയ്യും? നമ്മളെ അഫക്റ്റ് ചെയ്യും, ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ക്രിസ്റ്റി ഒരു വർക്ക് ഒരു കമ്പനിക്ക് വേണ്ടി ചെയ്തു കൊടുത്തു. അതിന്റെ ബേസിൽ അവർക്ക് നല്ല ബെനിഫിറ്റ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ക്രിസ്റ്റിക്ക് വീണ്ടും വീണ്ടും അതിന്റെ SEO ചെയ്യുന്നതിന്റെ കോസ്റ്റും അതിന് വേണ്ടിയിട്ടുള്ള പേയ്മെന്റും ചെയ്തുകൊണ്ട് അവർ ഹാപ്പി, ക്രിസ്റ്റി ഹാപ്പി. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് റിസൾട്ടുകളൊക്കെ നിൽക്കുകയും അവർക്ക് വേണ്ട വിധത്തിൽ എൻക്വയറീസ് ഒന്നും കിട്ടാതെ വരികയും ചെയ്തു കഴിഞ്ഞാലോ അവരുടെ സെർച്ച് റിസൾട്ടിനകത്തുള്ള അവർ റാങ്ക് ചെയ്ത് കിടന്ന പേജുകളും അവരുടെ റാങ്കിങ് ഒക്കെ താഴോട്ട് പോവുകയോ കാണാതാവുകയോ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് എന്ത് കിട്ടത്തില്ല? എൻക്വയറീസ് കിട്ടത്തില്ല. അവർക്ക് എൻക്വയറീസ് കിട്ടില്ലെങ്കിൽ ബിസിനസ് നടക്കത്തില്ല. അവരുടെ ബിസിനസ് നടന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് നടക്കാൻ ചാൻസ് ഉണ്ട്? ക്രിസ്റ്റി അടുത്ത് പറയാണ്, അവർ കോൺടാക്ട് ചെയ്തിട്ട് ക്രിസ്റ്റി അടുത്ത് പറയാണ്, ക്രിസ്റ്റി നമുക്ക് SEO വഴി ഇപ്പം ഉണ്ടായിരുന്ന റാങ്കിങ് ഒക്കെ പോയല്ലോ, അപ്പോൾ അവർ ചിലപ്പം പേയ്മെന്റ് ഒന്ന് വർക്ക് സ്റ്റോപ്പ് ചെയ്തോ, എന്താണ് പറ്റണമെന്ന് അറിഞ്ഞുകൂടാ, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അങ്ങനെ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെയും അത് ബാധിക്കും എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് വരുന്ന ഇഷ്യൂ ആണ് എന്ന് മനസ്സിലാക്കാം. പിന്നെ അവിടെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, we recommend that you only disavow backlinks if you believe that there are a considerable number of എന്താണ് സ്പാമി ആർട്ടിഫിഷ്യൽ ലിങ്ക്സ് എന്നൊക്കെ പറയുന്നുണ്ട് ഇല്ലേ? വി റെക്കമെൻഡ് ദാറ്റ് യു ഓൺലി ഡിസോവ് ബാക്ക്ലിങ്ക്സ് ഇഫ് യു ബിലീവ് ദാറ്റ് there are a considerable number of spammy, artificial or low quality links pointing to your site. എങ്ങനെ പറയാം? നിങ്ങളെ വെബ്സൈറ്റിലേക്ക് സ്പാമി ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലോ ക്വാളിറ്റി ലിങ്കുകൾ പോയിന്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രം ഇത് ഉപയോഗിച്ചാൽ മതി എന്നാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത് അല്ലേ? വി റെക്കമെൻഡ് ദാറ്റ് യു ഓൺലി ഡിസോവ് ബാക്ക്ലിങ്ക്സ് ഇഫ് യു ബിലീവ് ദാറ്റ് there are a considerable number of spammy, artificial or low quality links pointing to your site. പിന്നെ അടുത്ത സ്റ്റേറ്റ്മെന്റ് അത് കംപ്ലീറ്റ് ആവുന്നില്ല. ആൻഡ് ഇഫ് യു ആർ കോൺഫിഡന്റ് ദാറ്റ് ദി ലിങ്ക്സ് ആർ കോസിംഗ് ഇഷ്യൂസ് ഫോർ യു, ആൻഡ് ഇഫ് യു ആർ കോൺഫിഡന്റ് ദാറ്റ് ദി ലിങ്ക്സ് ആർ കോസിംഗ് ഇഷ്യൂസ് ഫോർ യു എന്ന് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. ആ ഇഷ്യൂസ് കൊണ്ട് നിങ്ങളെ വെബ്സൈറ്റിനെ മോശകരമായിട്ട് ബാധിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിലാണ് ഇത് പ്രയോഗിക്കേണ്ടത്, അവർ റെക്കമെൻഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അല്ലാതെ നമ്മൾ വെറുതെ ഈ ടൂൾ ഒന്ന് പ്രയോഗിച്ച് നോക്കാം എന്ന് പറഞ്ഞെടുത്ത് പ്രയോഗിക്കേണ്ടതല്ല. നമ്മളെ വെബ്സൈറ്റിലേക്ക് വരുന്ന ലിങ്കുകൾ സ്പാമി ആണെന്നും ആർട്ടിഫിഷ്യൽ ആണെന്നും ലോ ക്വാളിറ്റി ലിങ്ക് ആണെന്നും അത് പോയിന്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നമ്മളെ വെബ്സൈറ്റിന് ഇഷ്യൂസ് ഉണ്ടാകും, അത് ഇഷ്യൂസ് ഉണ്ടാക്കാനുള്ള കാരണമാകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാം. അപ്പം കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടിയല്ലോ. ക്രിസ്റ്റി, എങ്ങനെ മുന്നോട്ട് പോവാം? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ തൊട്ട് താഴെ തന്നെ പ്രോപ്പർട്ടി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതായത് നമ്മൾ ഏത് ജിമെയിൽ ID യിലാണോ ലോഗിൻ ചെയ്തേക്കുന്നത് ആ ജിമെയിൽ ID യിൽ വെരിഫൈ ചെയ്തേക്കുന്ന പ്രോപ്പർട്ടികളെ നമുക്ക് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അക്സസ് ഉള്ള, നമ്മൾ ഓണർഷിപ്പ് വെരിഫൈ ചെയ്യിക്കുന്ന ബ്ലോഗുകളും വെബ്സൈറ്റുകളും ഒക്കെയാണ് കാണുക. എൻ്റെ കേസിൽ ഇതിനകത്ത് ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. അല്ലമീൻ കോളേജ്, ഒരുപാട് വെബ്സൈറ്റുകൾ ഇതിനകത്ത് ഉണ്ടാകും. അതിൽ നമുക്ക് ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് എടുത്തിട്ട് അതിനകത്ത് ഡിസവോ സബ്മിഷൻ നടത്തുന്നതിനെ പറ്റി പറയാം. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ colonConnect.com എന്നുള്ള വെബ്സൈറ്റ് ആണ് എടുത്തത്. ഓക്കെ, അപ്പോൾ ഈ വെബ്സൈറ്റിനകത്ത് നേരത്തെ നമ്മൾ ഒരു ഡിസവോ സബ്മിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സ്പെസിഫിക് ആയിട്ട് ഇതെടുത്ത് കാണിക്കാൻ വേണ്ടിയത്. ഇവിടുത്തെ ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു SEO ഫീൽഡിനകത്ത് വർക്ക് ചെയ്യും. ഉദാഹരണം ഇപ്പോൾ ക്രിസ്റ്റി പഠിത്തം കഴിഞ്ഞിട്ട് ഒരു SEO വർക്ക് എടുത്ത് ചെയ്തു തുടങ്ങി. ഏത് സിറ്റുവേഷനിലാണ് നിങ്ങൾക്കിത് ഈ ഒരു ടൂൾ പ്രയോഗിക്കേണ്ടി വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിസ്റ്റി ആ വെബ്സൈറ്റിന് വർക്ക് ചെയ്യുന്നതിന് മുമ്പേ വേറെ ഒരു ടീം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ഒരുപാട് ലിങ്ക്സ് എടുക്കുന്നുണ്ടായിരുന്നു. ആ ലിങ്കുകൾ ഇപ്പം വെബ്സൈറ്റിന് പ്രശ്നപരമായിട്ട് ഗൂഗിൾ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ മാനുവൽ ആക്ഷൻ്റെ നോട്ടീസോ, അപ്പോൾ നമ്മളെ വെബ്സൈറ്റിൻ്റെ നല്ല മെച്ചപ്പെട്ടിരുന്ന റാങ്കിങ് ഏതെങ്കിലും രീതിയിൽ റാങ്കിങ് മോശമാകുന്നുണ്ട്, പോകുന്നുണ്ട്, അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ട്, ഇപ്പോഴത്തെ നമ്മളെ വെബ്സൈറ്റിൻ്റെ പെർഫോമൻസ് മോശമാണ്, അങ്ങനെ സിറ്റുവേഷൻ. അതിന് മോശമാകാൻ കാരണം നമ്മളെ വെബ്സൈറ്റിനെ പെൻഗ്വിൻ പണിഷ് ചെയ്തു, അല്ലെങ്കിൽ ലിങ്ക് സ്പാമിങ്ങിന് നമ്മൾ വെബ്സൈറ്റ് പണിഷ് ചെയ്യപ്പെട്ടു, അതിന് നോട്ടിഫിക്കേഷൻ കിട്ടി, നമ്മളത് അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ ഇത് എടുത്ത് പ്രയോഗിക്കേണ്ടി വരിക. നമ്മൾ ഒരുപാട് ലിങ്ക്സ് ബിൽഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരുപാട് അനിയന്ത്രിതമായിട്ട് കണ്ടമാനം ലിങ്ക്സ് ബിൽഡിങ് എന്ന് പറയുമ്പോൾ എന്താ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ആക്ടിവിറ്റി ഓർമ്മയുണ്ടല്ലോ, ഡയറക്ടറി സബ്മിഷൻ, ആർട്ടിക്കിൾ സബ്മിഷൻ പോലെയുള്ള പ്രോസസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ചെയ്യുന്ന കമ്പനികളും ആൾക്കാരും ഒക്കെ ഒത്തിരി ഉണ്ട്.
അവർ പ്രോപ്പറായിട്ട് ആ വെബ്സൈറ്റിനെ ഓൺ പേജ് ചെയ്യുകയോ സെർച്ച് കൺസോൾ വഴിയൊക്കെ അതിൻ്റെ പ്രശ്നങ്ങളോ പോരായ്മകളോ സോൾവ് ചെയ്യുകയോ അതിനകത്ത് അഡ്വാൻസ് എസ് പ്രാക്ടീസ് ചെയ്യുകയോ ആ വെബ്സൈറ്റ് ഡിവൈസ് കമ്പാറ്റബിൾ ആക്കുകയോ ബ്രൗസർ കമ്പാറ്റബിൾ ആക്കുകയോ എല്ലാ ഡിവൈസിലും ഓപ്പൺ ആകുന്നുണ്ട്, ആ വെബ്സൈറ്റിൽ വരുന്ന ആൾക്കാർ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, വാല്യുബിൾ ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻ ആ വെബ്സൈറ്റ് വഴി അവർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്, ബ്ലോഗ് പോസ്റ്റുകൾ പബ്ലിഷ് ചെയ്യാറുണ്ട്, പല രീതിയിൽ അതിനെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള ആക്ടിവിറ്റിയൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള വെബ്സൈറ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്യും അല്ലേ? എന്നാൽ ഇതൊന്നും ചെയ്യാതെ ലിങ്ക് ബിൽഡിംഗ് മാത്രം ചെയ്യുന്ന ഒരുപാട് കമ്പനികളും ഒരുപാട് ഫ്രീലാൻസ് എസ്ഇഒമാരും ഉണ്ട്. അവർ ഓൺ പേജ് ഒന്നും ചെയ്യാൻ മെനക്കെടത്തില്ല. അവരെന്ത് ചെയ്യും? വെറുതെ വെബ്സൈറ്റുകളിലേക്ക് ഒരുപാട് ലിങ്ക് ബിൽഡ് ചെയ്യും. എങ്ങനെ? ഡയറക്ടറി സബ്മിഷൻ ചെയ്യുകയോ ആർട്ടിക്കിൾ സബ്മിഷൻ ചെയ്യുകയോ, മെയിനായിട്ട് ഒരു ഡയറക്ടറി സബ്മിഷൻ ആയിരിക്കും ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫോറം പോസ്റ്റിംഗ് എന്നുള്ള ആക്ടിവിറ്റിയെ പറ്റിയും പഠിച്ചു അല്ലേ? പല പല ഫോറത്തിനകത്തൊക്കെ പോയി ആഡ് ചെയ്യും. നമ്മൾ ലിങ്ക് സ്പാമിംഗ് ആക്ടിവിറ്റി പെൻഗ്വിനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയ അവയർനെസ് ക്ലാസ്സിനകത്ത് പലതരത്തിലുള്ള ലിങ്ക് സ്പാമിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട് അല്ലേ? പെയ്ഡ് ലിങ്ക്സ്, അതുപോലെ തന്നെ ലിങ്ക് എക്സ്ചേഞ്ച്, ലിങ്ക് സ്കീമുകളിൽ ജോയിൻ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് സ്പാമിംഗ്, ഏതെങ്കിലും വെബ്സൈറ്റിൻ്റെ കമൻറ്റ് പോർഷനിലൊക്കെ പോയി കമൻറ്റ് ആഡ് ചെയ്തിട്ട് അവിടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ആഡ് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ എന്താ വിക്കി സ്പാമിംഗ്, അതുപോലെ തന്നെ ഗസ്റ്റ് ബ്ലോഗിംഗ് കണ്ടമാനം ചെയ്യുക, ഇങ്ങനെയുള്ള ഫോറം പോസ്റ്റിംഗ് ചെയ്യുക, ലോ ക്വാളിറ്റി ഡയറക്ടറികളിലൊക്കെ പോയി സബ്മിറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കണ്ടമാനം ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മളെ വെബ്സൈറ്റിന് പണിഷ്മെൻറ്റുകൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മാത്രമാണ് നമുക്ക് ഇത് പ്രയോഗിക്കേണ്ടി വരിക. നമ്മൾ എത്തിക്കൽ പ്രാക്ടീസ് ചെയ്യുന്ന എസ്ഇഒമാർക്ക് ഇത് ചെയ്യേണ്ടി വരാറില്ല. ഞാനും ഒരു 2007 മുതൽ 2007, 8, 9 വർഷങ്ങളിലൊക്കെ പല വെബ്സൈറ്റുകളിലും എസ്ഇഒയും പ്രോസസ്സും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും 2009, 10, 11, 12, 13 ആയപ്പോഴാണ് എനിക്ക് ഡിസവോ എന്നുള്ള ഒരു പ്രോസസ്സ് ഒരു വെബ്സൈറ്റിനകത്ത് ആദ്യമായിട്ട് ചെയ്യേണ്ടി വന്നത്. അത് ഞാൻ സെസ്സിനകത്തൊരു കമ്പനിയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ, അവിടുത്തെ എസ്ഇഒ മാനേജറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് സെസ്സിനകത്തുള്ള ആ കമ്പനിയിലുള്ള അവരുടെ ഒരു പ്രോജക്റ്റ് വെബ്സൈറ്റിനകത്താണ് ഫസ്റ്റ് ടൈം എനിക്ക് ചെയ്യേണ്ടി വന്നത്. അന്ന് ചെയ്യേണ്ടി വന്നതിൻ്റെ കാരണം ഞാൻ ആ വെബ്സൈറ്റിൻ്റെ വർക്ക് എസ്ഇഒ വർക്ക് ഏറ്റെടുക്കുന്നതിന് മുമ്പേ ചെയ്തിരുന്ന ടീം ഒത്തിരി ലിങ്ക് ബിൽഡിംഗ് ആക്ടിവിറ്റി ചെയ്തിരുന്നു. അവർ ആദ്യമൊക്കെ ആ വെബ്സൈറ്റിനകത്ത് ക്വാളിറ്റിയുള്ള വർക്കുകൾ കൊടുത്തു. കുറച്ച് ലിങ്ക് ബിൽഡിംഗ് ചെയ്തപ്പോൾ അവർക്ക് ഗുണം കിട്ടിയപ്പോൾ അവരുടെ കമ്പനിയുടെ മുതലാളി ആ പ്രോസസ്സ് കൂടുതൽ ചെയ്യാനും അത് കൂടുതൽ ഓവറായിട്ട് ചെയ്യാനൊക്കെ പ്രഷർ വർക്ക് ചെയ്ത ആൾക്കാർക്ക് കൊടുത്തു എന്നാണ് എനിക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം ഞാൻ ഒരുപാട് ലിങ്ക് വന്നപ്പോഴും ആ ലിങ്ക് പ്രോബ്ലം ആണെന്ന് കണ്ടെത്തിയപ്പോഴൊക്കെ അതിൻ്റെ ഓണറിൻ്റെ അടുത്തും ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തായിരുന്നു. ഒപ്പം തന്നെ ആ വർക്ക് നേരത്തെ കൈകാര്യം ചെയ്യുന്ന ചില ആൾക്കാരെ കോൺടാക്ട് ചെയ്യുകയോ അവരുടെ അടുത്ത് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്തപ്പം അവരിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു മറുപടി ഇതാണ്. അവർ ചില ലിങ്ക് ബിൽഡിംഗ് ആക്ടിവിറ്റിയൊക്കെ ചെയ്തപ്പോൾ ഡയറക്ടറികളിലൊക്കെ സബ്മിറ്റ് ചെയ്ത് കുറച്ച് ലിങ്കൊക്കെ കിട്ടിയപ്പോൾ ഈ കമ്പനിക്ക് ഒരുപാട് എൻക്വയറീസ് കിട്ടി, റാങ്കിങ് ഒക്കെ മെച്ചപ്പെട്ടു. അപ്പോൾ കമ്പനിയുടെ മുതലാളി അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഓണർ എന്ത് ചെയ്തു? ഈ ചെയ്ത വർക്ക് ഒരുപാട് ചെയ്യാനായിട്ട് പ്രഷർ കൊടുത്തു. സ്വാഭാവികമായിട്ടും ബിസിനസ്സുകാർ അങ്ങനെ ചെയ്യും. ഉദാഹരണത്തിന് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് വാങ്ങിച്ചു വെച്ച് കച്ചവടം തുടങ്ങി അതിന് ഒരുപാട് സെയിൽസ് നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സിമിലർ പ്രോഡക്റ്റുകൾ ഇറക്കി വെച്ച് കച്ചവടം ചെയ്യുന്നത് ഒരു സ്വാഭാവിക രീതിയാണ്. അതേ രീതിയിൽ ആ ബിസിനസ് ഓണർ ചെയ്തത് കാരണം ഒരുപാട് ലിങ്ക് ബിൽഡിംഗ് ഇവർ പ്രഷർ താങ്ങാൻ പറ്റാതെ ഒരുപാട് ലിങ്ക് ബിൽഡിംഗ് ആക്ടിവിറ്റീസിലോട്ട് ഇവർ പോയി. പിന്നെ അവർ ലിങ്ക് ബിൽഡിംഗ് മാത്രമായി. അങ്ങനെ ഒരുപാട് ലിങ്ക്സ് വന്നപ്പോൾ ആ വെബ്സൈറ്റിനെ റാങ്കിങ്ങിനെയൊക്കെ ഒരുപാട് അഫക്റ്റ് ചെയ്ത സിറ്റുവേഷനിലാണ് ആ ബിസിനസ് ഓണർ എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. എൻ്റെ നമ്പർ എവിടെ നിന്നോ തപ്പിയെടുത്ത് ഗൂഗിളിനകത്തോ ഞാൻ പണ്ട് എഴുതിയ ബ്ലോഗോ എന്തോ വായിച്ച് നോക്കിയിട്ട് അവരെന്നെ കോൺടാക്ട് ചെയ്തിട്ട് എൻ്റെ പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കിയതിന് ശേഷം എന്നെ കോൺടാക്ട് ചെയ്ത് വിളിക്കുമ്പോൾ അവർ പറയുന്നത് ഇതാണ്: നമ്മളെ വെബ്സൈറ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുമായിരുന്നു. നമ്മളിങ്ങനെ സെസ്സിൽ നിന്നാണ്, കാക്കനാടുള്ള സെസ്സിനകത്തുള്ള കമ്പനിയാണ്, ഒരു ഔട്ട്സോഴ്സിങ് കമ്പനിയാണ്, നല്ല രീതിയിൽ പെർഫോം ചെയ്തിരുന്ന കമ്പനിയായിരുന്നു. പക്ഷേ ഇപ്പം നമ്മളെ വെബ്സൈറ്റിൻ്റെ റാങ്കിങ് ഒക്കെ എങ്ങനെയോ പോയി, എന്താ പറ്റിയെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു എൻക്വയറി വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? അവരെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യും ഡീറ്റെയിൽ ആയിട്ട്. കഴിഞ്ഞ വെബ്സൈറ്റ് അനാലിസിസ് ക്ലാസ്സില്ലേ, അതുപോലെയുള്ള അനാലിസിസ് നമ്മൾ ചെയ്യും. പല ടൂളുകൾ ഉപയോഗിച്ച് അനലൈസ് ചെയ്യുമ്പോൾ ആ വെബ്സൈറ്റിലേക്ക് എന്തെങ്കിലും അൺനാച്ചുറൽ ആയിട്ടുള്ള ലിങ്കുകൾ വരികയോ ഒരുപാട് ക്വാളിറ്റി കുറഞ്ഞ കണ്ടന്റ് പബ്ലിഷ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അവരുടെ അടുത്ത് പറയും, ഓക്കെ, നിങ്ങളുടെ വെബ്സൈറ്റിനകത്ത് ഇന്ന പ്രോബ്ലംസ് ഉണ്ട്, ഒരുപാട് ബ്രോക്കൺ ലിങ്ക്സ് വരുന്നത്, അതുപോലെ തന്നെ വെബ്സൈറ്റിൻ്റെ ക്വാളിറ്റി വളരെ മോശമാകുന്നത്, ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫ്രണ്ട്ലി അല്ലാതാകുന്നത്, ഡിവൈസ് കമ്പാറ്റബിൾ അല്ലാതാകുന്നത്, ബ്രൗസർ കമ്പാറ്റബിൾ അല്ലാതാകുന്നതൊക്കെ ഇതുപോലെയുള്ള പൊടുന്നനെയുള്ള റാങ്കിങ് നഷ്ടപ്പെടാൻ കാരണമാകും. അപ്പോൾ അങ്ങനെ ഒരു ഡിസ്കഷൻ നടത്തിയപ്പോൾ അവിടെ നമ്മൾ എന്താണ് ഇഷ്യൂ എന്ന് കണ്ടെത്തി സോൾവ് ചെയ്യാൻ വേണ്ടി എന്നെ ഏർപ്പാടാക്കി. അവിടെ കമ്പനിയിൽ മാനേജറായിട്ട് നിയമിച്ചു. എൻ്റെ കീഴിൽ 2-3 ആൾക്കാരെയൊക്കെ അവരെടുത്ത് തന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ വെബ്സൈറ്റിന് ഇതുപോലെ റിക്കവറി ടൂളായിട്ട് ഞാൻ ഫസ്റ്റ് ടൈം എൻ്റെ ഈ ഡിസവോ എന്നുള്ള പവർ ടൂൾ ഉപയോഗിക്കുന്നത് ആ കമ്പനിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ചെയ്ത് അവരെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റി.
പിന്നീട് ഞാൻ ചെയ്തത് ഈ കോളൻ കണക്ട് എന്നുള്ള വെബ്സൈറ്റിനകത്താണ്. ഇത് കോളൻ കണക്റ്റിലും നേരത്തെ ഏതോ ടീമൊക്കെ SEO ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് ലിങ്ക്സ് വരുന്നുണ്ടായിരുന്നു. സ്പാമി ആയിട്ടുള്ള കുറേ ലിങ്ക്സ്. ഇതൊരു ഡയറക്ടറിയാണ്. ഒരുപാട് ഒരുപാട് വെബ്സൈറ്റുകളിൽ നിന്നൊക്കെ ലിങ്ക് വന്നിട്ട് അത് സ്പാമിയൊക്കെ ആയി. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയാണ് ഇതിനകത്തേക്ക് സ്പാമി ലിങ്ക് ഒരുപാട് വന്നത്, അത് എങ്ങനെ ഹാനികരമായെന്നുള്ളതൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഞാനേ ഈ വെബ്സൈറ്റിന് വേണ്ടി ഡിസേർവ് സബ്മിഷൻ നടത്തിയ ഡോക്യുമെന്റ് എടുത്ത് കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. കോളൻ കണക്ട് എന്നുള്ള വെബ്സൈറ്റിന് വേണ്ടി ഞാൻ ഡിസേർവ് സബ്മിഷൻ ചെയ്ത ഒരു ഫയലുണ്ട്. 2018 ഞാൻ അവർക്ക് ലാസ്റ്റ് ഡിസേർവ്. ഇതാണ് ആ ഡോക്യുമെന്റ്. എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഡിസേർവ് ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റിൽ നിന്ന് വരുന്ന എല്ലാ ലിങ്കുകളും നമ്മൾ ഒഴിവാക്കണമെങ്കിൽ ഡൊമൈൻ കോളൻ ആ വെബ്സൈറ്റിന്റെ അഡ്രസ്സ് അടിച്ചു കൊടുക്കുക. ഉദാഹരണത്തിന് എൻ്റെ വെബ്സൈറ്റിലേക്ക് christy.com എന്നൊരു ലിങ്ക് വരുന്നുണ്ട്. എനിക്ക് ആ ലിങ്ക് വേണ്ട. ഒരു പർട്ടിക്കുലർ പേജിൽ നിന്നാണ് വരുന്നതെങ്കിൽ ആ പേജിന്റെ URL എനിക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ christy.comനകത്തുനിന്ന് 4-5 പേജുകളിൽ നിന്ന് എൻ്റെ വെബ്സൈറ്റിലേക്ക് ലിങ്ക് വരുന്നുണ്ട്. christy.com എൻ്റെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടതല്ല. എന്നാൽ അവിടെ നിന്ന് വന്നിരിക്കുന്ന ലിങ്ക് എനിക്ക് ഗുണകരമല്ല, വളരെ മോശമാണ്, അല്ലെങ്കിൽ ആ ക്വാളിറ്റി കുറഞ്ഞ സൈറ്റാണെന്ന് വിചാരിച്ചു. ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. അതുകൊണ്ട് എനിക്ക് christy.com എന്ന് വരുന്ന ഒരു ലിങ്കും എൻ്റെ ബാക്ക് ലിങ്ക് ആയിട്ട് കൗണ്ട് ചെയ്യേണ്ട എന്നാണ് എൻ്റെ തീരുമാനം. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ ഡൊമൈൻ കോളൻ ഇവിടെ christy.com എന്ന് കൊടുത്തു കഴിഞ്ഞാൽ christy.com എന്നുള്ള വെബ്സൈറ്റിൽ നിന്ന് വരുന്ന എല്ലാ ലിങ്കുകളെയും ഗൂഗിൾ എന്ത് ചെയ്യും? നമ്മളെ വെബ്സൈറ്റിന്റെ ബാക്ക് ലിങ്ക് ആയിട്ട് കൗണ്ട് ചെയ്യാതെ നെഗ്ലക്റ്റ് ചെയ്യും, ഡിസവോ ചെയ്യും. ഇതാണ് ഈ നടക്കുന്ന പ്രോസസ്സ്. അപ്പം നമ്മളെ വെബ്സൈറ്റിലേക്ക് വരുന്ന ലിങ്കുകൾ ഏത് സൈറ്റിൽ നിന്നാണ് വരുന്നതെന്ന് കണ്ടെത്തുക. അതിനെ ഒരു ഡോക്യുമെന്റ് രൂപത്തിൽ തയ്യാറാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ വെബ്സൈറ്റിൽ നിന്ന് വരുന്ന ലിങ്ക് കൊണ്ട് നമുക്ക് ഗുണം ഒന്നുമില്ല, ദോഷമുണ്ട് എന്ന് ഉറപ്പാക്കുന്നത് വരെ അനലൈസ് ചെയ്ത് പഠിക്കുക. അങ്ങനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞ് ഒരു നിശ്ചിത നമ്പർ ഓഫ് വെബ്സൈറ്റുകളിൽ നിന്ന് വരുന്ന ലിങ്കുകളൊക്കെ നമുക്ക് ഹാനികരമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കിയതിന് ശേഷം ആദ്യം ആ ലിങ്കുകൾ ഡിസവോ ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം ആ കമ്പനിയുടെ ആ വെബ്സൈറ്റിന്റെ ഓതറൈസ്ഡ് ആൾക്കാരെ, ആ കമ്പനിയുടെ മുതലാളിയോ ആരാണോ കൺസേൺഡ് പേഴ്സൺ, അവരുടെ അടുത്ത് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുക. നമ്മളെ വെബ്സൈറ്റിലേക്ക് ഇങ്ങനെ കുറേ വെബ്സൈറ്റുകളിൽ നിന്ന് ലിങ്ക് വരുന്നത് കൊണ്ട് ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് ആ ലിങ്കുകളെ നമ്മളെ വെബ്സൈറ്റിന്റെ ബാക്ക് ലിങ്ക് ആയിട്ട് കൗണ്ട് ചെയ്യാതിരിക്കാൻ നമ്മൾ ഗൂഗിളിലേക്ക് പ്രത്യേക റിക്വസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അത് ചെയ്താലേ നമ്മളെ വെബ്സൈറ്റ് പിടിച്ചു നിൽക്കുകയുള്ളൂ, റാങ്കിങ് ഇമ്പ്രൂവ് ചെയ്യത്തുള്ളൂ എന്നവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അവരത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ഓക്കെ, ഒരു ഗ്രീൻ സിഗ്നൽ, ഓക്കെ നിങ്ങൾ ചെയ്തോളൂ, ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വെബ്സൈറ്റ് റാങ്കിങ്ങിൽ തിരിച്ചു വരും, പെർഫോം ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഡോക്യുമെന്റിനെ എവിടെ പോയിട്ട് സബ്മിറ്റ് ചെയ്യണം? നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് ഇവിടെയാണ്. നമ്മളിവിടെ കണ്ടോ, അപ്ലോഡ് ഡിസവോ ലിസ്റ്റ് എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം ആ ഫയലിനെ. അത് നമ്മൾ ഇതുപോലെ ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കണം. ഒരു സെക്കൻഡ്, ഞാൻ ആ ഡോക്യുമെന്റ് കൂടെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് കാണിച്ചാലേ പിന്നെ ചിലപ്പോൾ നിങ്ങളെപ്പോലെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ക്ലാസ്സിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ഡോക്യുമെന്റ് കാണാൻ പറ്റില്ല. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തതിനകത്ത് ഇത് വരുന്നുണ്ടായിരുന്നില്ല. ഇതാണ് നമ്മൾ തയ്യാറാക്കുന്ന ഡോക്യുമെന്റിന്റെ ഒരു പ്രത്യേകത, ഒരു സാമ്പിൾ. ഇതിന്റെ പ്രത്യേകത ഇങ്ങനെ ഡൊമൈൻ കോളൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡൊമൈൻ കോളൻ കൊടുത്തിട്ട് നമ്മൾ കൊടുക്കുന്ന ഡൊമൈൻ എന്ന് വരുന്ന ഒരു ലിങ്കുകളെയും നമ്മളെ വെബ്സൈറ്റിന്റെ ബാക്ക് ലിങ്ക് ആയിട്ട് കൗണ്ട് ചെയ്യത്തില്ല. എന്നാൽ നമ്മളെ വെബ്സൈറ്റിലേക്ക് ഒരു പേജിൽ നിന്ന് വരുന്ന ലിങ്ക് നമുക്ക് വേണ്ട, എന്നാൽ വേറൊരു പേജിനകത്ത് നിന്ന് വരുന്ന ലിങ്ക് നമുക്ക് വേണം. ഫോർ എക്സാമ്പിൾ christy.com തന്നെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. christy.com എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്ത് ക്രിസ്റ്റി എൻ്റെ വെബ്സൈറ്റിലേക്ക് 2 ലിങ്കുകൾ തരുന്നുണ്ട്, 2 പേജുകളിൽ നിന്ന് ലിങ്ക് തരുന്നുണ്ട്. ഒരിടത്ത് പറയാണ് ബ്രഹ്മദാസ് സാറ് ഒരു നല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനറാണ്, നല്ല രീതിയിൽ SEO ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് തരുന്നുണ്ട്. ഓക്കെ, അവിടെ കിട്ടുന്ന ലിങ്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനർ എന്ന് പറഞ്ഞൊരു കീവേഡിൽ എൻ്റെ വെബ്സൈറ്റിലേക്ക് വരുന്ന ലിങ്ക് ആയതുകൊണ്ട് നമുക്കത് വേണം. ഓക്കെ, ക്രിസ്റ്റി ഈസ് റെക്കമെൻഡിങ് brahmadas.com ഫോർ എ കീവേഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനർ ഓർ ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനർ എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യണത്? ആ ലിങ്ക് നമുക്ക് വേണം. എന്നാൽ christy.comനകത്ത് തന്നെ വേറൊരു പേജിനകത്ത് പറയുന്നത് ബ്രഹ്മദാസ് എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക്, അല്ലെങ്കിൽ എൻ്റെ ഒരു വെബ്സൈറ്റിന്റെ പേജിലേക്ക് വരുന്ന ലിങ്ക് ഓക്കെ വേറെ എന്തെങ്കിലും ഒരു കാര്യമാണ് മെൻഷൻ ചെയ്യുന്നത്. ഉദാഹരണത്തിന് എന്ത് മെൻഷൻ ചെയ്യുന്നത്? വേറെ എന്തെങ്കിലും നമുക്ക് റെക്കമെൻഡേഷനായിട്ട് വേണ്ടാത്ത ഒരു ലിങ്കാണ് വേറൊരു വെബ്സൈറ്റ്, ആ വെബ്സൈറ്റിനകത്തുള്ള വേറൊരു പേജിനകത്ത് നിന്ന് വരുന്നതെങ്കിൽ ആ ലിങ്ക് മാത്രം നമുക്ക് ഡിസേർവ് ചെയ്താൽ മതി. മറ്റേ ലിങ്ക് നമുക്ക് വേണം. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനർ, ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനർ എന്നുള്ള പേരിൽ എനിക്ക് എൻ്റെ വെബ്സൈറ്റിലേക്ക് വരുന്ന പോയിന്റ് എന്ന ലിങ്ക് എനിക്ക് വേണം. എന്നാൽ വേറൊരു വെബ്സൈറ്റിൽ നിന്ന് എൻ്റെ വെബ്സൈറ്റിലേക്ക് വരുന്ന ലിങ്ക് ഒരു ഡാൻസ്
ട്രെയിനർ ആണെന്നോ അങ്ങനെ അല്ലെങ്കിൽ നേരത്തെ ഡാൻസ് പഠിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിനകത്തു നിന്നാണ് ലിങ്ക് വന്നേക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ലിങ്ക് എനിക്ക് വേണ്ട എങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ആ ലിങ്കിനെ ഇതുപോലെ അവിടെ ഒരു പേജിന്റെ ലിങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വെറുതെ ഒരു ലൈനിനകത്ത് കൊടുത്താൽ മതി. ഇനി ഇതിനകത്ത് കുറേ നിയമങ്ങളുണ്ട്. ഒരു വെബ്സൈറ്റിനെ സബ്മിറ്റ് ചെയ്യുന്നത് ഒരു ലൈനിലേ പാടുള്ളൂ. അതായത് ഒരു ലൈനിനകത്ത് നമ്മളൊരു വെബ്സൈറ്റിനെയോ ഒരു URL മാത്രമേ ഉൾപ്പെടുത്താൻ പാടുള്ളൂ. അത് കഴിഞ്ഞിട്ട് അടുത്ത ലൈനിനാണ് കൊടുക്കാൻ, ലൈൻ ബൈ ലൈൻ ആയിട്ട് കൊടുക്കാം. ഇതിന്റെ നിയമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇതിനകത്ത് കുറെ ലിമിറ്റേഷൻസ് കാര്യങ്ങളുണ്ട്. ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലിങ്കിന്റെ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സിൽ ലിമിറ്റേഷൻ ഉണ്ട്. അതിന്റെ ഫയൽ സൈസിലുള്ള ലിമിറ്റേഷൻ ഉണ്ട്. ഫോർമാറ്റ് ഇങ്ങനെ ആയിരിക്കണം. പിന്നെ നമ്മൾ ഗൂഗിൾ പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മളൊരു ഡിസോവ് സബ്മിഷൻ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ വെബ്സൈറ്റിലേക്ക് പോയിന്റ് ചെയ്യുന്ന ലിങ്ക് ഡിസോവ് ചെയ്യാവുന്നതിന് മുമ്പേ നമ്മൾ christy.com-നെ കോൺടാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, റിക്വസ്റ്റ് ചെയ്യണം. christy.com could you please avoid that link pointing to your website. നമ്മളെ വെബ്സൈറ്റിനകത്ത് ഞാനൊരു ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ഡാൻസ് ട്രെയിനർ ആണെന്ന് പറയുന്ന ഒരു ലിങ്ക് എൻ്റെ വെബ്സൈറ്റിലേക്ക് കിടക്കുന്നുണ്ട്, അതൊന്ന് അവോയ്ഡ് ചെയ്ത് തരുമോ. മറ്റേ ലിങ്ക് റിമൂവ് ചെയ്യണമെന്ന് പറയുന്നില്ല, ഈ ലിങ്ക് ഒന്ന് റിമൂവ് ചെയ്ത് തരുമോ. കാരണം എനിക്ക് ഒരു ഡാൻസ് ട്രെയിനർ എന്ന് പറയുന്ന ഒരു റെക്കമെൻഡേഷൻ christy.com-നകത്ത് നിന്ന് എനിക്ക് കിട്ടിയിട്ട് കാര്യമില്ല, കിട്ടേണ്ട ആവശ്യമില്ല. ഞാൻ പണ്ട് ഞാൻ ഡാൻസ് പഠിപ്പിച്ചിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ ഡാൻസർ അല്ല അല്ലെങ്കിൽ പഠിപ്പിക്കുന്നില്ല. ഇപ്പം എനിക്ക് വേണ്ടത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനർ എന്നുള്ള റെക്കമെൻഡേഷനാണ്. അപ്പോൾ ആ ലിങ്ക് ഒന്ന് അവോയ്ഡ് ചെയ്ത് തരുമോ എന്ന് എനിക്ക് വേണമെങ്കിൽ christy.com-ൽ കോൺടാക്ട് ചെയ്തിട്ട് പറയാം. അങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ട് ക്രിസ്റ്റി അത് അവോയ്ഡ് ചെയ്തില്ല അല്ലെങ്കിൽ ലിങ്ക് റിമൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസോവ് സബ്മിഷൻ ചെയ്തിരിക്കുന്ന ഒരു ലിങ്ക് നമ്മൾ ഓപ്പൺ ആക്കി നോക്കാം കേട്ടോ. ഈ പേജ് വർക്ക് ആകുമോ എന്ന് എനിക്ക് അറിയത്തില്ല. പണ്ട് ഡിസോവ് ചെയ്തതല്ലേ, ഈ പേജ് അവൈലബിൾ ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്തായാലും നമുക്ക് എടുത്ത് നോക്കാം. ഓക്കെ, ഇത് അവൈലബിൾ ആണ്. ഈ ലിങ്ക് എന്തുകൊണ്ട് ഞാൻ ഡിസോവ് ചെയ്തു എന്നുള്ളതിനെ കാണിക്കാം. ഇപ്പം ഞാൻ അതിൻ്റെ സ്ക്രീൻ ഒന്ന് മാറ്റണം കേട്ടോ. ഓക്കെ, വീണ്ടും ഞാൻ നമ്മൾ സ്ക്രീൻ മാറ്റി. ഓക്കെ, അല്ലെങ്കിൽ വേറെ വീഡിയോ പിന്നീട് കാണുന്ന ആൾക്കാർക്ക് ഒന്നും മനസ്സിലാകത്തില്ല. ഇപ്പം ഞാനിവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത് ഞാൻ നേരത്തെ ഡിസോവ് കൊടുത്ത ആ ലിസ്റ്റിനകത്തുണ്ടായിരുന്ന ഒരു വെബ്സൈറ്റ്, അതായത് ഈ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് നോക്കിയൊക്കെ theglobe.net. അവിടെ അതിനകത്തൊരു പേജ് ഉണ്ട് കണ്ടോ, ദി വേൾഡ്സ് മോസ്റ്റ് വിസിറ്റഡ് വെബ് പേജ് എന്ന് പറയുന്ന 545ാമത്തെ HTML പേജ്. അതായത് 500 പേജ് ഇതുപോലത്തെ ലിസ്റ്റുകളായിട്ടുണ്ട്. ഈ ഒരു വെബ്സൈറ്റിന്റെ പ്രത്യേകത, ഈ വെബ് പേജിന്റെ പ്രത്യേകത, ഇതിനകത്ത് ഒരുപാട് സൈറ്റുകളിലേക്ക് എങ്ങനെ അലക്സ ട്രാഫിക് റാങ്കിങ് നോക്കുന്ന ട്രാഫിക് റാങ്കിങ്ങിന്റെ കാര്യം പറയുന്ന 5001 മുതൽ 54,501 മുതൽ ഏകദേശം ഒരു 1000 കാണും ഇതിനകത്ത് കണ്ടോ. 54,600 വരെയുള്ള ലിങ്കുകളാണ് കാണിക്കുന്നത്. ഏകദേശം 5,40,001 മുതൽ 5,46,000 വരെയുള്ള 1000 ലിങ്കാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അല്ലേ. 1000 ലിങ്ക് അല്ലേ, കറക്റ്റ്. 1000 ലിങ്കുകളാണ് വെബ്സൈറ്റിലേക്ക് കൊടുത്തിരിക്കുന്നത്. 1000 ലിങ്ക് ഉണ്ടാവും അല്ലേ. 501, 502, 5001, 5002, 1000 ഇല്ല കേട്ടോ, 5700, 1000 ഉണ്ട്, 1000 ഉണ്ട്. 1000 ലിങ്കുകളുടെ ലിസ്റ്റാണ്. എന്നാൽ ഈ പേജിനകത്ത് നോക്കി ഒരു കണ്ടന്റോ ഒരു ഡിസ്ക്രിപ്ഷനോ ഒരു സാധനമില്ല. ഒരു പേജിൽ നിന്ന് 1000 വെബ്സൈറ്റുകളിലേക്ക് വെറുതെ ലിങ്ക് കിടക്കണം. ഇവിടെ നമ്മൾ Ctrl+F അടിച്ചിട്ട് :connect എന്ന് അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ നിന്ന് ഒരു ലിങ്ക് collonconnect.com-ലേക്ക് കിടക്കുന്നുണ്ടായിരുന്നു. അന്ന് collonconnect-ന്റെ റാങ്കിങ് എത്രയാണ്, 5,45,865 ആയിരുന്നു. ആ ഒരു ലിസ്റ്റിനകത്ത് collonconnect-ലേക്ക് ലിങ്ക് കിടക്കുകയാണ്. ഇങ്ങനെ ആയിരക്കണക്കിന് വെബ് പേജുകളിലേക്ക് വരുന്ന ഇതുപോലെയുള്ള തിന്നായിട്ടുള്ള പേജുകളൊക്കെ ഉറപ്പായിട്ട് സ്പാം സ്കോർ ഭയങ്കര കൂടിയ പേജുകളായിരിക്കും. അപ്പം ഇങ്ങനെ ഒരു സ്പാം സ്കോർ ഓടുന്ന ഒരു പേജിനകത്ത് നിന്ന് നമ്മളെ വെബ്സൈറ്റിലേക്ക് ലിങ്ക് വരുന്നത് നമുക്ക് ഗുണകരമല്ല, എന്നാൽ ദോഷകരമാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം, ഗൂഗിളിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യണം, ദയവ് ചെയ്ത് ഈ വെബ്സൈറ്റിൽ നിന്ന് നമ്മളെ വെബ്സൈറ്റിലേക്ക് വരുന്ന ലിങ്ക് നമ്മളെ വെബ്സൈറ്റിൻ്റെ ബാക്ക് ലിങ്ക് ആയിട്ട് കൗണ്ട് ചെയ്യരുതേ എന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കി നമ്മൾ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ സബ്മിറ്റ് ചെയ്ത ഡീറ്റെയിൽ ആണ് നമ്മൾ നേരത്തെ എടുത്തത്. ഇനി സബ്മിറ്റ് ചെയ്യുന്നതിന്റെ നിയമാവലിക്കകത്ത് എന്തൊക്കെ പറയുന്നു എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകണം. ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഡിസോവ് ലിങ്ക്സുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറയുന്ന കുറേ ഗൈഡ് ലൈൻസ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യണം, ഡിസൈഡ് ഇഫ് ദിസ് ഈസ് നെസസറി എന്ന്, അത് ആവശ്യമാണോ. കാരണം ഇവിടെ ഒരുപാട് സംഗതികളുണ്ട്, കുറേ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് അല്ലേ, അതൊക്കെ നമ്മൾ വായിച്ചു നോക്കിയതാണ്. യു ഷുഡ് ഡിസേവ് ബാക്ക് ലിങ്ക്സ് ഓൺലി ഇഫ് യു ഹാവ് എ കൺസിഡറബിൾ നമ്പർ ഓഫ് സ്പാമി. നമ്മളെ വെബ്സൈറ്റിലേക്ക് സ്പാമി ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലോ ക്വാളിറ്റി ലിങ്ക്സ് പോയിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ സബ്മിറ്റ് ചെയ്താൽ മതി എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അവിടെ സ്റ്റെപ്പ് അതിങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ക്വാളിറ്റി ഗൈഡ് ലൈൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സ്റ്റെപ്പ് 1
ക്രിയേറ്റ് എ ലിസ്റ്റ് ഓഫ് ലിങ്ക്സ് ടു ഡിസവോ. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, സ്പെസിഫൈ വൺ URL ഓർ ഡൊമൈൻ ടു ഡിസവോ പെർ ലൈൻ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ തയ്യാറാക്കുന്ന ആ ടെക്സ്റ്റ് ഫയലിനകത്ത് നോട്ട് പാഡ് എടുത്തിട്ട് നോട്ട് പാഡിനകത്ത് ഡൊമൈൻ കോളൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കുമ്പോൾ, അതായത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലൈനിനകത്ത് ഒരു URLോ ഒരു വെബ്സൈറ്റോ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നുണ്ട്. യു കനോട്ട് ഡിസവോ ആൻ എൻറ്റയർ സബ് പാത്ത് എന്ന് പറയുന്നുണ്ട്. യു കനോട്ട് ഡിസവോ ആൻ എൻറ്റയർ സബ് പാത്ത് എന്ന് പറയുന്നുണ്ട്. ഒരു സബ് പാത്തിനെ എൻറ്റയർ ആയിട്ട് നമുക്ക്, അതായത് ഇപ്പോൾ ഈ പേജിന്റെ സബ് പാത്തിനെ മൊത്തം നമുക്ക് ഡിസവോ ചെയ്യാൻ പറ്റത്തില്ല. ഇനി പറഞ്ഞു നോക്കിയേ, ടു ഡിസവോ ഡൊമൈൻ നമ്മൾ എന്ത് കൊടുക്കണം, പ്രിഫിക്സ് ഡൊമൈൻ കോളൻ എന്ന് പ്രിഫിക്സ് ചെയ്യണം. ഉദാഹരണത്തിന് christy.com എന്ന് വരുന്ന ഒരു ലിങ്കിനെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡൊമൈൻ കോളൻ christy.com എന്ന് കൊടുക്കണം. അതൊരു ലൈനകത്ത് വേറെ ഒന്നും അവിടെ കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇൻവാലിഡ് ആയി മാറും. പിന്നെന്താണ്, ദി ഫയൽ മസ്റ്റ് ബി ടെക്സ്റ്റ് ഫയൽ .txt എക്സ്റ്റൻഷനോട് കൂടിയ, നമ്മൾ നോട്ട് പാഡ് എടുത്തിട്ട് .txt എന്ന് പറഞ്ഞാണ് അതിനെ ഫയൽ സേവ് ചെയ്യേണ്ടത്. UTF-8 എൻകോഡിങ് ആയിരിക്കും, ഡിഫോൾട്ട് ആയിട്ട് അത് തന്നെ ആയിരിക്കും. അപ്പോൾ ഒരു ടെക്സ്റ്റ് ഫയലായിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ നമുക്കറിയാം, നോട്ട് പാഡ് എടുക്കുക, അവിടെ നമുക്ക് ഡൊമൈൻ കോളം കൊടുത്ത് ഏതൊക്കെ വെബ്സൈറ്റുകളിൽ നിന്നുള്ള ലിങ്കാണ് നമുക്ക് ഗൂഗിൾ അവോയ്ഡ് ചെയ്യേണ്ടത്, നെഗ്ലക്ട് ചെയ്യേണ്ടത്, അതിങ്ങനെ ലൈൻ ബൈ ലൈനായിട്ട് എഴുതി കൊടുക്കുക. പിന്നെ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ നോക്കി നോക്കിയേ. മാക്സിമം URL ലെങ്ത് ഒരു പേജിന്റെ, ഡിസവോ ഫയലിനകത്ത് നമ്മൾ ഒരു ലൈനിനകത്ത് ഒരു വെബ്സൈറ്റിന്റെ ഡൊമൈൻ കോളൻ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ആ വെബ്സൈറ്റിന്റെ URL ആണ് കൊടുക്കുക. അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്ന ക്യാരക്ടേഴ്സിന്റെ മാക്സിമം എണ്ണം എന്ന് പറയുന്നത് 2048 ക്യാരക്ടേഴ്സ് ആണ്. അത് കഴിഞ്ഞ് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. 2048 ക്യാരക്ടേഴ്സ് മാത്രമേ URLന്റെ ലെങ്ത്, അതായത് 2048 അധികം വരുന്ന ഒരു URL ഡിസവോ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് എൻ്റെ ഒരു വസ്തുത. അപ്പൊ അത് ഇൻവാലിഡ് ആകും. അപ്പൊ 2046-48 ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നീളം കൂടിയ ഒരു URL എന്നാണ് മനസ്സിലാക്കേണ്ടത്. സാധാരണ നമ്മൾ ഒരു പേജ് ഗൂഗിളിനകത്ത് സെർച്ച് റിസൾട്ടിനകത്ത് സ്നിപ്പറ്റിനകത്ത് കാണിക്കുന്ന ഒരു പരിമിതി എന്ന് പറയുന്നത് 90 ക്യാരക്ടേഴ്സ് ഒക്കെയാണ് നമ്മൾ കൊടുക്കാറ്. ഇത് 2048 എന്ന് പറയുന്നത് വളരെ നീളം കൂടിയ ഒരു URL ആയിട്ട് മാറും. ഒരു എത്ര രീതിയിലുള്ള തന്നാൽ ഇങ്ങനെ ഒരു URL അഡ്രസ്സ് വരാൻ ചാൻസ് കുറവാണ്. അപ്പൊ അവിടെ അതിനേക്കാളും നീളം കൂടിയ ഒരു URL നമുക്ക് കൊടുക്കാൻ പറ്റില്ല എന്നാണ് ഇത് മനസ്സിലാക്കണം. ഇനി മാക്സിമം ഫയൽ സൈസ് ഈസ് 1 lakh ലൈൻസ്, 1,00,000 ലൈൻസേ മാക്സിമം കൊടുക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു. അവിടെ ഇൻക്ലൂഡിങ് ബ്ലാങ്ക് ലൈൻസ്, അതായത് ഈ നമ്മൾ ഡൊമൈൻ കൊടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും മെൻഷൻ ചെയ്യുന്നത്, ഇത് കണ്ടോ, ഇവിടെ മെൻഷൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് 2 pages ടു ഡിസർവ് എന്ന് പറഞ്ഞൊരു നിർദ്ദേശം നമ്മളിവിടെ എഴുതുന്നുണ്ട്. അപ്പോൾ ആ ലൈനും കൂടെ ഉൾപ്പെടുത്തിയാണ് 1,00,000 ലൈൻസ് മാത്രമേ നമുക്ക് ഡിസർവ് ചെയ്യുന്ന ഫയലിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അപ്പം അതിൻ്റെ സൈസ് 2 MB ആണ്. അതിന് ആ ലിമിറ്റ് കഴിഞ്ഞു പോകാൻ പാടില്ല എന്നുള്ളതും മനസ്സിലാക്കണം. യു ക്യാൻ ഇൻക്ലൂഡ് കമൻസ്, നമ്മൾ എന്തെങ്കിലും ഒരു നിർദ്ദേശം അവിടെ പറയുന്നുണ്ടെങ്കിൽ ഹാഷ് ചേർത്തിട്ട് ആഡ് ചെയ്യും. അതായത് നമ്മളിപ്പം അവരെ കോൺടാക്ട് ചെയ്തു, ഞാൻ ക്രിസ്റ്റി 2 പ്രാവശ്യം കോൺടാക്ട് ചെയ്തു, പക്ഷേ ക്രിസ്റ്റി എൻ്റെ വെബ്സൈറ്റിലേക്ക് പോയിന്റ് ചെയ്യുന്ന ആ ലിങ്കുകൾ റിമൂവ് ചെയ്ത് തന്നില്ല എന്നൊക്കെ നമുക്ക് ഇവിടെ നിന്ന് എഴുതി കൊടുക്കാം. വെറുതെ അത് എഴുതി കൊടുക്കുന്ന വേറൊന്നിനുമല്ല, നമ്മൾ ഒരു പീരീഡിൽ ഒരു വെബ്സൈറ്റിന്റെ SEO ചെയ്തിട്ട് ആ സമയത്ത് ഡിസർവ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ശേഷം വരുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പാകത്തിനാണ് ആ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി കൊടുക്കുക. ഉദാഹരണത്തിന് ക്രിസ്റ്റി ഇപ്പോൾ ഒരു വെബ്സൈറ്റിന്റെ SEO ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു 4-5 ലിങ്കുകളെ ഡിസർവ് ചെയ്തു. അപ്പം ആ ഡിസർവ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ക്രിസ്റ്റിക്ക് ശേഷം ആ വെബ്സൈറ്റിന്റെ SEO ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പാകത്തിന് നമുക്ക് ആ ഡോക്യുമെന്റിനകത്ത് ഉൾപ്പെടുത്തുന്നതാണ് ഈ ഹാഷ് കൊടുത്തിട്ട് ചെയ്യുന്നത്. ഇനി വേറൊരു കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കാനുള്ളത്, അറ്റ് എ ടൈം ഒരു വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡിസർവ് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ റിപ്പീറ്റ് ചെയ്യാം, ഒരു സമയത്ത് ഒരു വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡിസർവ് ഡോക്യുമെന്റ് ഫയൽ മാത്രമേ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, ക്രിസ്റ്റി ഇപ്പം ഒരു ഡിസർവ് സബ്മിഷൻ ചെയ്തു, ക്രിസ്റ്റി ചെയ്യുന്ന പ്രോജക്റ്റിന്റെ വെബ്സൈറ്റിനകത്ത് ഒരു സബ്മിഷൻ നടത്തി. ക്രിസ്റ്റി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ക്രിസ്റ്റി ആ വർക്ക് വേറൊരാൾക്ക് കൊടുത്തിട്ട് ക്രിസ്റ്റിക്ക് ശേഷം വേറൊരാൾ വർക്ക് ചെയ്യുമ്പോൾ അയാൾ കുറച്ചുകൂടെ 2-3 സ്പാമി ലിങ്കുകളെ കണ്ടെത്തി. അത് അയാൾ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ആദ്യം ഈ അവരുടെ ഡിസർവ് പോർഷനകത്ത് വന്നിട്ട് നമ്മൾ ആദ്യം സബ്മിറ്റ് ചെയ്ത ലിങ്കിനെ നമ്മൾ ആ ഡോക്യുമെന്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. എന്നിട്ട് അയാൾ പുതുതായിട്ട് കണ്ടെത്തിയ ലിങ്കുകൾ കൂടെ ആഡ് ചെയ്തതിന് ശേഷം അതിനെ റീസബ്മിറ്റ് ചെയ്യണം. അല്ലാതെ നമ്മളൊരു പുതിയ ഫയൽ റീസബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓവർ റേറ്റ് ചെയ്ത് പോകും. അവിടെ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് ഇതാണ്, ഒരു സമയത്ത് ഒരു വെബ്സൈറ്റിനകത്ത് ഒരു ഡിസർവ് ഫയൽ മാത്രമേ ഗൂഗിൾ എടുക്കത്തുള്ളൂ, ഒന്നിൽ കൂടുതൽ ഡിസർവ് ഫയൽ എടുക്കത്തില്ല. ഇനി രണ്ടാമതൊരു ഫയൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഫയലിനെ ഡിലീറ്റ് ചെയ്തിട്ടായിരിക്കും, ഓവർ റേറ്റ് ആണ് അവിടെ ചെയ്യുക. അപ്പം നമ്മൾ ആൾറെഡി ഒരു ഡിസർവ് സബ്മിഷൻ വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ ലിങ്കിൻ്റെ കൂടെ നമ്മൾ പുതുതായിട്ട് ഡിസർവ് ചെയ്യുന്ന ലിങ്ക് കൂടെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും നമ്മൾ സബ്മിറ്റ് ചെയ്യുക. ഇനി വേറെ 1-2 കാര്യങ്ങൾ മനസ്സിലാക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൂഗിൾ തന്നെ പറയുന്നുണ്ട്, നിങ്ങളൊരു ഡിസർവ് സബ്മിഷൻ നടത്തി കഴിഞ്ഞാൽ ഒരു 2 മാസം 3 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷമേ അതിൻ്റെ റിസൾട്ടുകൾ കിട്ടൂ എന്നുള്ളതും ഗൂഗിൾ പറയുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റിനകത്ത് ലിങ്ക് പെനാൽറ്റി കിട്ടി,
അതുകൊണ്ട് നമ്മളെ വെബ്സൈറ്റിൻ്റെ റാങ്കിങ് ഒക്കെ പോയി. അപ്പോൾ ആ നമ്മളെ വെബ്സൈറ്റിലേക്ക് ഹാനികരമായിട്ട് വരുന്ന ലിങ്കുകളെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി ഗൂഗിളിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഏത് വഴി? ഡിസവോ ടൂൾ വഴി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ ഡിസവോ ചെയ്യാനുള്ള ഡോക്യുമെൻ്റ് ഒക്കെ തയ്യാറാക്കി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലും 1, 2 മാസം 3 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ എന്താ ഒരു എഫക്റ്റ്, ആഫ്റ്റർ എഫക്റ്റ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് പോയിന്റ് ചെയ്തിരുന്ന ഹാമി ലിങ്കുകളിലേക്ക് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് നമ്മൾ റിക്കവർ ചെയ്ത് വരാനായിട്ട് 2-3 മാസം എടുക്കുമെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പം ആ സമയത്തുള്ള ഡേറ്റ അപ്ഡേറ്റുകളിൽ അത് ഗണ്യമായിട്ട് ഗൂഗിൾ കണക്കാക്കും. നമ്മളെ വെബ്സൈറ്റിലേക്കുള്ള പോയിന്റ് ചെയ്യുന്ന ലിങ്കുകളെ നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ട് അടുത്ത ഡേറ്റ അപ്ഡേഷനിൽ അത് അപ്ഡേറ്റ് ആയി വന്ന് 2-3 മാസത്തിനുള്ളിലായിരിക്കും നമുക്ക് അതിൻ്റെ പൂർണ്ണ ഫലം കിട്ടുക എന്നുള്ളതും മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നമ്മളെ വെബ്സൈറ്റിന് പണിഷ്മെന്റ് കിട്ടി, നമ്മൾ ഇന്ന് ഡിസർവ് സബ്മിഷൻ നടത്തി, നാളെ നമ്മളെ ബാക്ക് ലിങ്ക് നമ്മളെ വെബ്സൈറ്റിന്റെ റാങ്കിങ് തിരിച്ചു വരും എന്ന് ധാരണ വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി ഞാൻ ഇതുവരെ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കാര്യങ്ങൾ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കുറവോ ഒരു ഡൗട്ടോ എന്തെങ്കിലും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ഇവിടെ സ്റ്റെപ്പ് 2 എന്ന് പറയുന്ന സംഭവത്തിനകത്ത് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത് എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ആരോ ഈ വൈകിയ വേളയിൽ ക്ലാസ്സിനകത്തേക്ക് നശ്വ കേൾക്കുന്നുണ്ട്? നശ്വ കേൾക്കാമോ? അയ്യോ ഇവിടെ താൻ എന്തോടെ ഇത്ര നേരത്തെ ക്ലാസ്സിൽ വന്നത്? ഇനി തീരാൻ 3 മിനിറ്റ് കൂടെ ഉള്ളപ്പോഴാണ് വന്നേക്കുന്നത്. ഇല്ല സർ, ക്ലാസ് ഇപ്പോഴാണ് കണ്ടത്. അയ്യോടാ, ഒരു പ്രധാനപ്പെട്ട ക്ലാസ്സും റിക്കവറി ടൂളും ഒക്കെ പഠിപ്പിച്ച് തീർന്ന് അതിന്റെ അവസാനത്തെ നിമിഷം നിൽക്കുമ്പോഴാണ് വന്നേക്കുന്നത്. എന്തായാലും ക്ലാസ് റെക്കോർഡ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. വീഡിയോ റെക്കോർഡ് ആവുകയാണെങ്കിൽ അത് ഓക്കെ ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഡിസവർ ടൂൾ എന്നുള്ള ടൂളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് സ്റ്റെപ്പ് 2-നകത്ത് ഓക്കെ നശ്വ, യു ക്യാൻ പോസ്റ്റ് ഓൺ ഡിസവോ ലിസ്റ്റ്. ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് വന്നു. യു ക്യാൻ പോസ്റ്റ് ഓൺ ഡിസവോ ലിസ്റ്റ് ഫോർ ഈച്ച് പ്രോപ്പർട്ടി that you own. Uploading a new list for a property will replace any existing list. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്, നമ്മളൊരു നേരത്തെ ഒരു ഡിസോ ഫയൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതുതായിട്ട് വീണ്ടും ഒരു ഫയൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓവർ റൈറ്റ് ചെയ്യും അല്ലെങ്കിൽ റീപ്ലേസ് ആകും എന്നുള്ളതാണ്. യു മസ്റ്റ് ബി എ പ്രോപ്പർട്ടി ഓണർ. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. നമ്മൾ സെർച്ച് കൺസോളിനകത്ത് വെരിഫൈ ചെയ്ത പ്രോപ്പർട്ടി ഓണർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഡിസോ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡിസോഡ് ലിങ്ക്സ് വിൽ കണ്ടിന്യൂ ടു ബി ഷോൺ ഇൻ ദി ലിങ്ക്സ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ, അതായത് ഡിസോർഡ് ലിങ്ക്സ് വിൽ കണ്ടിന്യൂ ടു, നമ്മളെ സെർച്ച് കൺസോളിനകത്ത് നമ്മളെ വെബ്സൈറ്റിലേക്ക് പോയിന്റ് ചെയ്യുന്ന ലിങ്ക്സ് കാണിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇവിടെ നമുക്ക് എന്താ കണ്ട് വെബ്സൈറ്റിലേക്ക് പോയിന്റ് ചെയ്യുന്ന ലിങ്ക്സ് നമുക്ക് ഇവിടെ നിന്ന് കണ്ടെത്താൻ പറ്റും. ആ ലിങ്ക് നമുക്ക് എവിടെ നിന്നൊക്കെയാണ് നമുക്ക് സെന്റ് തെരേസാസ് കോളേജിന്റെ വെബ്സൈറ്റിലേക്ക് ലിങ്ക് വരുന്നത്, ടോപ്പ് ലിങ്കിങ് സൈറ്റ് ഏതൊക്കെയാണ്, എവിടെ നിന്നൊക്കെ വരുന്നുണ്ടോ, സൂം ഇൻഫോ എന്നൊക്കെ ലിങ്ക് വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ ലിങ്ക് വന്നിരിക്കുന്ന ഉണ്ടോ 1135 സ്ഥലങ്ങളിൽ നിന്ന് നമ്മളെ വെബ്സൈറ്റിലേക്ക് ലിങ്ക് വരുന്നുണ്ടെന്ന് അവിടെ പറയുന്നുണ്ട്. ആ ലിങ്ക് വന്നിരിക്കുന്ന പിൻട്രസ്റ്റ് എന്ന ലിങ്ക് വന്നിരിക്കുന്നത്, അങ്ങനെ പല പല സൈറ്റുകളുണ്ടാവും. കോളേജ് ഇന്ത്യ.in, kulguru.com, അങ്ങനെ പല പല സൈറ്റുകളിൽ നിന്ന് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ലിങ്ക് വരുന്നുണ്ട്. ലിങ്കിനകത്ത് നിന്ന് ലിങ്ക് വന്നിരിക്കുന്നുണ്ടോ, അങ്ങനെ ഒരുപാട് വെബ്സൈറ്റുകളിൽ നിന്ന് ലിങ്ക് വരുന്നുണ്ടാകും. ആ ലിങ്കുകൾ ഇപ്പോൾ അവിടെ നമുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 250-500 ആക്കാം. നോക്കി കഴിഞ്ഞാൽ താഴോട്ട് നോക്കി കഴിഞ്ഞാൽ ജസ്റ്റ് അതിനകത്ത് നിന്ന് ലിങ്ക് വന്നിരിക്കുന്നുണ്ട്. നമുക്കറിയുന്ന കുറേ സൈറ്റുകളുണ്ടാവും. ഉണ്ടോ, ഇങ്ങനെ ഒരുപാട് സൈറ്റുകളിൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ലിങ്ക് വരുന്നുണ്ട്. അതിലേതെങ്കിലും ലിങ്ക് നമുക്ക് വേണ്ടാന്ന് വെച്ചോ, ആ ലിങ്ക് നമ്മളെ വെബ്സൈറ്റിലേക്ക് പോയിന്റ് ചെയ്യുന്ന ലിങ്കായിട്ട് എടുക്കണ്ട, അങ്ങനെയുള്ള ലിങ്ക് നമുക്ക് ഹാനികരമാണ് എന്ന് തോന്നിയാൽ ആ ലിങ്ക് നമ്മളെ വെബ്സൈറ്റിന്റെ ബാക്ക് ലിങ്കായിട്ട് കൗണ്ട് ചെയ്യാതിരിക്കാൻ. സോഫ്റ്റ് ലൂം എന്ന ലിങ്ക് വന്നിരിക്കുന്നു, കേരള കൗമുദി എന്ന് ലിങ്ക് വന്നിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള ലിങ്കാണ്. കേരള കൗമുദി.com നിന്ന് ലിങ്ക് വന്നിട്ടുണ്ട്. google.co.in ലിങ്ക് വന്നിരിക്കുന്നുണ്ടോ ഗൂഗിളിനകത്തുനിന്ന്. പിൻട്രസ്റ്റ് JP ആണ്. ഇനി google.com കാണും കേട്ടോ, താഴോട്ട് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. google.com, vidyarupa.org, അഡ്മിഷൻ ലോഗിൻ, അങ്ങനെ പല പല സൈറ്റുകളിൽ നിന്ന് കാണും. നമുക്ക് ആവശ്യമില്ലാത്ത ലിങ്കുകളും വരുന്നുണ്ടാകും കേട്ടോ. അത് നമുക്ക് ഡിസോ ചെയ്ത് കളയാം. ഇതൊക്കെ ഉണ്ടോ, ഏതോ കച്ചറ സൈറ്റിനകത്ത് നിന്ന് ലിങ്ക് വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടെത്തി ഇൻഫോസ് കോല എന്താണാവോ. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ലിങ്കാണ്, മോശകരമായിട്ടുള്ള ലിങ്കാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിസോ സബ്മിഷൻ ചെയ്യാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് സെന്റ് തെരേസാസ് കോളേജിനകത്ത് അടിയന്തരമായിട്ട് ഒരു ഡിസോ സബ്മിഷൻ നടത്തേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. ചില ഉൾട്ട സൈറ്റുകളിൽ നിന്ന് ലിങ്ക് വന്നതായിട്ട് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ടെലിഗ്രാഫ് ഇന്ത്യ, ഇതൊക്കെ സൈറ്റുകൾ. അപ്പോൾ ഇതിനകത്ത് ചില സൈറ്റുകൾ നമ്മൾ നോക്കിയിരിക്കേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നമ്മുടെ റാങ്കിങ്ങിലൊന്നും വലിയ പ്രശ്നമില്ല, അങ്ങനെ ഒരു നോട്ടിഫിക്കേഷനും തന്നിട്ടില്ല. എന്നാൽ നമുക്കിപ്പോൾ ഗൂഗിളിൽ നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ വരികയാണ്, നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് കുറേ ലിങ്ക് വന്നിരിക്കുന്നത് സ്പാമിയാണ്, ആർട്ടിഫിഷ്യലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആ ലിങ്കുകളെ ഡിസോ സബ്മിഷൻ നടത്തിയിരിക്കും, ഒരു സംശയം വേണ്ട.
ഗ്ലാസ് ഡോറിന്ന് നല്ല നല്ല സൈറ്റുകളിൽ നിന്ന് ഒരുപാട് ലിങ്ക് വരുന്നുണ്ട്. പിൻട്രസ്റ്റ് co.uk എന്ന് ലിങ്ക് വരുന്നുണ്ട്. കേരള വെബ് ഡയറക്ടറി .com എന്ന് ലിങ്ക് വരുന്നു. ആരോ ലിങ്ക് ബിൽഡിംഗ് ലിങ്ക് സബ്മിഷൻ കേരള വെബ് ഡയറക്ടറിക്കകത്ത് സബ്മിറ്റ് ചെയ്ത് ആരാണോ ഗ്ലാസ് ഡോർ. പിന്നെ പല സൈറ്റുകളിൽ നിന്ന് ലിങ്ക് വരുന്നത്. google.com നമ്മൾ കണ്ടില്ലല്ലോ. വിക്കി ഡേറ്റ, ക്രിസ്ത്യൻ മ്യൂസിക് കൊളോക്കിയൽ സൊസൈറ്റി. എൻ്റെ പൊന്നെ, എന്ത് വെബ്സൈറ്റ് ആണ്, എന്ത് നീളമല്ലേ. അങ്ങനെ പല സൈറ്റുകളിൽ നിന്ന് ലിങ്ക് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ലിങ്ക് നമുക്ക് വേണ്ട, isat.ac.in എന്ന ലിങ്ക് വരുന്നുണ്ട് കണ്ടോ. പല പല സൈറ്റുകളിൽ നിന്ന് ലിങ്ക് വരുന്നുണ്ടാവും. നമ്മൾ വാല്യുബിൾ ആയിട്ടുള്ള കണ്ടന്റ്സ് പോസ്റ്റ് ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ട് ലിങ്ക് വരുന്നത്. twitter.com എന്ന് ലിങ്ക് വരുന്നുള്ള അക്കൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ വെബ്സൈറ്റിന്റെ ബാക്ക് ലിങ്ക് ആയിട്ട് ഗൂഗിൾ കണ്ടെത്തിയ ലിങ്കുകളാണ്. ഞാൻ സെർച്ച് കൺസോളിലാണ് നിൽക്കുന്നത്. നമുക്ക് ഇതുപോലെ എടുക്കാൻ പറ്റും. ഇതിനകത്ത് ഏതെങ്കിലും ലിങ്ക് നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഡിസേർവ് ചെയ്യാനായിട്ട് സബ്മിറ്റ് ചെയ്യാം. ഇത്രയാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പം നമ്മൾ ഡിസേർവ് സബ്മിഷനും ഡിസേർവ് ഫയൽ എന്താണ് ഡിസേർവ് ടൂളിനകത്ത് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുക, അതിൻ്റെ നിയമാവലികൾ എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഡിസേർവ് ടൂളോട് കൂടി ഏകദേശം നമ്മൾ SEOയുടെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് പ്രോബബ്ലി ഈ ശനിയാഴ്ചത്തെ ക്ലാസ് സോഷ്യൽ മീഡിയയുടെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. നമ്മുടെ സോഷ്യൽ മീഡിയ റിസർച്ച്, ഫേസ്ബുക്കിനകത്ത് പേജ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഓർഗാനിക്കായിട്ട് പോസ്റ്റ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ക്ലാസ്സുകളായിരിക്കും ഈ വരുന്ന നെക്സ്റ്റ് ക്ലാസ്. പ്രോബബ്ലി സാറ്റർഡേ 24th. ആരെങ്കിലും ഗ്രൂപ്പിനകത്ത് കണ്ടത് ഓർമ്മിക്കുന്നുണ്ടോ? ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ പറഞ്ഞിരിക്കുന്നത് 24th ക്ലാസ്? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ക്രിസ്റ്റി ഗ്രൂപ്പിനകത്ത് ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച. ശ്രദ്ധിച്ചില്ല. 24th ഓൺലൈൻ ആണെന്ന് തോന്നുന്നു അല്ലേ? ഓൺലൈൻ ആണെങ്കിൽ ചാൻസ് ഇല്ലേ? ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കോളേജ് വെച്ച് കാണുമ്പോഴത്തേക്ക് നമുക്ക് സോഷ്യൽ മീഡിയയിലെ ക്ലാസ് അന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈവൻ അത് ഓൺലൈൻ ആണെങ്കിൽ കൂടി നമുക്ക് അന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പ്രശ്നമില്ല. എനിക്ക് തോന്നുന്നത് 24th ഓൺലൈൻ ആണ് കൊടുത്തിരിക്കണമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്തായാലും നിങ്ങൾ നോക്കാം. ഓഫ്ലൈൻ ആണെങ്കിൽ നമുക്ക് കോളേജ് വെച്ച് കാണാം, അല്ലെങ്കിൽ ഓൺലൈൻ ആണെങ്കിൽ നമുക്ക് ഓൺലൈൻ ഇതുപോലെ സോഷ്യൽ മീഡിയയുടെ ക്ലാസ് നെക്സ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇന്നത്തെ ക്ലാസ് എന്തായാലും ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ നേരെ അറ്റൻഡൻസിലേക്ക് പോവുകയാണ്. സ്ക്രീൻ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പും